ഹലോ എവറിവൺ. ഇപ്പൊ നമ്മള് ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരസൈറ്റോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. KWA ലാബ് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ബയോളജിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കാണ്. ഇത് നമ്മൾക്ക് ഒരു 2 മാർക്സ് ആണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത്. ഈ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് 2 മാർക്സിന്റെ വെയിറ്റേജ് ആണുള്ളത്. ഇതിനകത്ത് നമ്മൾ വെറും 2 ടോപ്പിക്സ് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് മലേറിയനെ കുറിച്ചിട്ടാണ്. മലേറിയന്റെ ലബോറട്ടറി ഡയഗ്നോസിസ് ഉണ്ട്. എന്താണ് മലേറിയ, അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത്, പിന്നെ അതേപോലെ അതിന്റെ ഹോസ്റ്റ് എന്തൊക്കെയാണ്, അതായത് ഈ മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന ഓർഗാനിസം ആണ് പ്ലാസ്മോഡിയം. അതിന്റെ ഹോസ്റ്റ് ആരാണ്? അതൊരു പാരസൈറ്റ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പാരസൈറ്റോളജി എന്ന് പറയുന്നത്. അത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്മിയർ പ്രിപ്പറേഷൻ, ഇത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മിയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മലേറിയൽ പാരസൈറ്റ്സിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നത്. ലാബോറട്ടറി മെത്തേഡാണത്. അതിൻ്റെയൊക്കെ രണ്ട് ടൈപ്പ് സ്മിയർ പ്രിപ്പറേഷൻ ഉണ്ട്. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ഈ സ്മിയർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്താണ് എന്നൊക്കെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ വേറെ മെത്തേഡ്സ് ആണ് കാർഡ് ആൻഡ് ക്യൂബിസി മെത്തേഡ്സ്. അങ്ങനെ 2 വേറെ എക്സ്ട്രാ മെത്തേഡ്സ് കൂടി നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫിലാരിയാസിസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഫിലാരിയാസിസിന്റെ ഡിസീസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഹോസ്റ്റ്, പിന്നെ നൊക്ടേണൽ ഹാബിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ലാബ് ഡയഗ്നോസിസ് ഉണ്ട്, ബെഡ് സ്മിയർ ഉണ്ട്, പിന്നെ തിക് സ്മിയർ, കോൺസെൻട്രേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞ് വളരെ കുറച്ചേ ഉള്ളൂ. ഇതിനകത്ത് മലേറിയക്കകത്താണ് കുറച്ചധികം ടോപ്പിക്സ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഫിലാരിയാസിസ് അതിനകത്ത് കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. പിന്നെ മലേറിയന്റെ ടോപ്പിക്സ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഫിലാരിയാസിസിന്റെ ടോപ്പിക്സ് അതിനോട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് മലേറിയന്റെ ടോപ്പിക്സ് എങ്കിലും എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കേൾക്കുക. പിന്നെ ഫിലാരിയാസിസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ നമ്മൾ പാരസൈറ്റോളജി എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് പാരസൈറ്റ് എന്ന് അറിയണം. അതായത് പാരസൈറ്റോളജി എന്ന് പറയുമ്പോൾ പാരസൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് അല്ലേ. അപ്പൊ എന്താണ് പാരസൈറ്റ്സ്? പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു ഓർഗാനിസത്തിന്റെ ബോഡീന്റെ അകത്തോ പുറത്തോ ആയിട്ട് താമസിച്ചിട്ട് ആ ഓർഗാനിസത്തിൽ നിന്ന് ഉള്ള ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും കള്ളന്മാരാണല്ലേ പാരസൈറ്റ്സ്. നമ്മളൊക്കെ ബോഡിയിലൊക്കെ ഇവര് താമസിക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? നമ്മൾക്ക് നമ്മളെ ന്യൂട്രിയൻസും നമ്മളെ ബ്ലഡൊക്കെ, ഇപ്പം നമ്മൾ പറയില്ലേ തലയിലുള്ള പാന്, ലൈസ് ശരിക്കും ഇതേപോലെ ഒരു പാരസൈറ്റ് ആണ്. അത് നമ്മളെ തലയിൽ ജീവിക്കും. നമ്മളെ തലയിൽ നിന്ന് ഉള്ള നമ്മളെ സ്കിന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അതേപോലെ ബ്ലഡ് ഒക്കെ കുടിച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു ആള് ജീവിക്കുന്നത്. അതൊരു പാരസൈറ്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമ്മളെ ബോഡിക്കകത്ത് താമസിച്ചിട്ട് നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ചിലത് നല്ല ഓർഗാനിസംസ് നമ്മളെ ബോഡിക്കകത്തുണ്ട്. ഇപ്പൊ നമ്മളെ ഗട്ടിലൊക്കെ താമസിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു എലിമെന്ററി കനാലിനകത്തൊക്കെ ഒരുപാട് ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ നമ്മൾ പാരസൈറ്റ്സ് എന്ന് വിളിക്കില്ല. ഓക്കെ, അവര് യൂസ്ഫുൾ ആണ്, കാരണം അവര് നമ്മളൊരു മ്യൂച്വൽ റിലേഷനിലാണ്. അതായത് അവർക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളും ഷെൽട്ടറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് നമുക്ക് തിരിച്ചു ഇതേപോലെ നമ്മളെ ഡൈജഷനൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗട്ട് ഹെൽത്ത്, നമ്മളെ എലിമെന്ററി കനാലിന്റെ ഹെൽത്ത്, ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവര് പാരസൈറ്റ്സ് അല്ല. പാരസൈറ്റ്സ് നമ്മൾ വിളിക്കുന്നത് നമ്മൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അവര്. കാരണം നമുക്ക് എന്തെങ്കിലും ഹാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോസ് സംഭവിക്കുന്നുണ്ട് താനും, അവർക്ക് അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. അതുപോലുള്ള നമ്മളെ ഒരു കൈൻഡ് ഓഫ് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഓർഗാനിസം ഉണ്ട്. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. പാരസൈറ്റ്സിനകത്ത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. എൻഡോ പാരസൈറ്റ്സ് ഉണ്ട്, എക്ടോ പാരസൈറ്റ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെ പാരസൈറ്റ്സ് ആണുള്ളത്? എൻഡോ പാരസൈറ്റ്സും അതുപോലെ തന്നെ എക്ടോ പാരസൈറ്റ്സും. എൻഡോ, അതേപോലെ തന്നെ എക്ടോ. ഓക്കെ, ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് പാരസൈറ്റ്സ് ആണ് ഉള്ളത്. എക്ടോ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിന്റെ പുറത്തുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പേനൊക്കെ ഉണ്ടല്ലോ, പേനൊക്കെ ഒരു എക്ടോ പാരസൈറ്റിന്റെ എക്സാമ്പിൾ ആണ്. നേരെ മറിച്ച് എൻഡോ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസൈഡ് ആയിട്ട് നമ്മുടെ ബോഡിന്റെ ഇൻസൈഡിൽ താമസിക്കുന്ന ആൾക്കാരാണ് എൻഡോ പാരസൈറ്റ്സ്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഓർഗാനിസം എന്താണെന്നറിയോ? ഒരു എൻഡോ പാരസൈറ്റ്. നമ്മുടെ ബോഡിന്റെ അകത്ത് താമസിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ വരുത്തി വെക്കുന്ന ഒരാളാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം.
അതേപോലെ തന്നെ ഉള്ളൊരു പാരസൈറ്റ് ആണ്. ഫിലാരിയാസിസും അതേപോലെ തന്നെ ഒരു എൻഡോ പാരസൈറ്റ് ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താണ് പാരസൈറ്റോളജി, എന്താണ് പാരസൈറ്റ്സ്, എന്താണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പാരസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്കിനി മെല്ലെ മലേറിയനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാം. മലേറിയ നമ്മൾ കേട്ടിട്ടുണ്ടാവും ല്ലേ? കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. കോമൺ ആയിട്ട് മീൻസ് നമ്മൾക്ക് പരിചയമുള്ള ഒരു ഡിസീസാണ്. മുൻപ് കേൾക്കാത്തതൊന്നുമല്ല. മലേറിയനെ കുറിച്ചിട്ടൊക്കെ നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ടാവും ല്ലേ? ഇപ്പൊ മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ് ചെയ്യുന്ന ഒരു പാരസൈറ്റ് ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞു. എന്ത് പാരസൈറ്റാ? എൻഡോ പാരസൈറ്റ് ആണ്. അതായത് നമ്മളെ ബോഡിന്റെ അകത്ത് താമസിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന ഒരു പാരസൈറ്റ് ആണ് ഈ എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. എൻഡോ പാരസൈറ്റ് ആണ്. അതിന്റെ പേരാണ് പ്ലാസ്മോഡിയം. ഓക്കെ. ആ പാരസൈറ്റിന്റെ പേരാണ് പ്ലാസ്മോഡിയം. ഈ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻഡോ പാരസൈറ്റ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്? മലേറിയ കോസ് ചെയ്യുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ. ഓക്കെ. എന്തൊക്കെയാണ്? എങ്ങനെയാ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? മോസ്കിറ്റോ വഴിയാണ്. ഏതാണ് മോസ്കിറ്റോ? അനോഫിലിസ് മോസ്കിറ്റോ. അതിനകത്ത് തന്നെ ഏതിന് മാത്രമേ പറ്റുള്ളൂ? ഫീമെയിൽ മോസ്കിറ്റോ. അതും ഇൻഫെക്റ്റഡ് ആയിരിക്കണം. ഓക്കെ. ഓൾറെഡി ഈ മലേറിയ കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയം ഈ മോസ്കിറ്റോന്റെ ബോഡിക്കകത്തുണ്ടെങ്കിൽ ആ മോസ്കിറ്റോ നമ്മളെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് പറ്റും? നമ്മൾക്കും മലേറിയ ഉണ്ടാവും. അപ്പൊ മലേറിയ ഉള്ള ഒരു ഹ്യൂമണിനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്കിറ്റോക്ക് മലേറിയ ഉണ്ടാവും. എന്നിട്ട് ഈ മലേറിയ അഫക്റ്റഡ് ആയിട്ട് ഉള്ള മോസ്കിറ്റോ പോയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമണിനെ പോയിട്ട് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹ്യൂമണിനും മലേറിയ വരും. ഇങ്ങനെയാണ് മലേറിയ സ്പ്രെഡ് ആയിട്ട് പോണത്. ഓക്കെ. അപ്പൊ മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മലേറിയ അഫക്റ്റഡ് അല്ലെങ്കിൽ ഇങ്ങനെ വരാം. അതായത് അതൊരു സൈക്കിൾ പോലെയാണ്. അഫക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമണിനെ ഹെൽത്തി ആയിട്ടുള്ള മോസ്കിറ്റോ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്കിറ്റോക്ക് അതിന്റെ അകത്ത് മലേറിയന്റെ പാരസൈറ്റ്സ് വളരും. പിന്നെ ആ മോസ്കിറ്റോ പോയിട്ട് വേറൊരു ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമണെ പോയിട്ട് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹ്യൂമണിനകത്തേക്ക് ഈ പാരസൈറ്റ്സ് വരും. ട്രാൻസ്മിറ്റഡ് ആവും. അപ്പോൾ ആ പാരസൈറ്റ്സ് ആ ഹ്യൂമണിനകത്ത് ഇങ്ങനെ വളരും. അത് പിന്നെ വേറെ ഹെൽത്തി ആയിട്ടുള്ള മോസ്കിറ്റോ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമണിന് സ്പ്രെഡ് ആവും. അങ്ങനെ ഒരു ചെയിൻ പോലെയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ഇവിടെ ഫീമെയിൽ മോസ്കിറ്റോ എന്ന് എടുത്തു പറയാൻ കാരണം? എല്ലാവർക്കും അറിയുണ്ടാവില്ലേ? കാരണം ഫീമെയിൽ മോസ്കിറ്റോസ് മാത്രമാണ് ബ്ലഡ് ഫീഡ് ചെയ്യുന്നത്. ബ്ലഡ് ഫീഡേഴ്സ് ആയിട്ടുള്ളത് ആരാണ്? ഫീമെയിൽ മോസ്കിറ്റോസ് ആണ്. ഓക്കെ. അവര് മാത്രമാണ് അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് എഗ് ലേ ചെയ്യാനും ഒക്കെ ആയിട്ട് അവരുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ബ്ലഡ് ആവശ്യമാണ്. നമ്മളെ ബോഡിയിൽ നിന്നുള്ള ഹ്യൂമൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാമൽസിന്റെ ഒക്കെ ബ്ലഡ് ഇവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഫീമെയിൽസ് മാത്രമാണ് ബ്ലഡ് കുടിക്കുന്നത്. ഹ്യൂമൻസിന്റെ ഒക്കെ ബ്ലഡ് കുടിക്കുന്നത് ഫീമെയിൽ മോസ്കിറ്റോസ് ആണ്. അപ്പൊ നമ്മൾ ഈ കൊല്ലുന്ന മോസ്കിറ്റോസ് ഒക്കെ എന്തായിരിക്കും? ഫീമെയിൽസ് ആയിരിക്കും. കാരണം നമ്മളെ കടിക്കുമ്പോഴാണല്ലോ നമ്മൾ കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ കൊല്ലുന്നതൊക്കെ എന്താണ്? ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് വരുന്നത്. അപ്പം അതിനകത്ത് തന്നെ മോസ്കിറ്റോന്റെ ഒരു സ്ട്രെയിൻ ആണ് അല്ലെങ്കിൽ മോസ്കിറ്റോസിന്റെ ഒരു ഇതാണ് ജീനസ് സ്പീഷീസ് ആയിട്ടുള്ളതാണ് അനോഫിലിസ് മോസ്കിറ്റോ. ഓക്കെ. അനോഫിലിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസിലുള്ള മോസ്കിറ്റോസ് മാത്രമാണ് മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വേറെ ഒരുപാട് സ്പീഷീസ് ഓഫ് മോസ്കിറ്റോ ഉണ്ട്. ക്യൂലെക്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ക്യൂലെക്സ്, ഈഡിസ് എന്നൊക്കെ പറഞ്ഞിട്ട് മോസ്കിറ്റോസ് വേറെ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ഈ ഒരു മലേറിയന്റെ പാരസൈറ്റിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ഈ പറഞ്ഞിട്ടുള്ള അനോഫിലിസ് മോസ്കിറ്റോക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ അനോഫിലിസ് മോസ്കിറ്റോ ആണ് ഈ ഒരു മലേറിയൻ പാരസൈറ്റിനെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉം ഈ മലേറിയ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫീവർ വരും. നമുക്ക് അറിയുണ്ടാവും ല്ലേ? ഫീവർ ഉണ്ടാവും. അതുപോലെ ചിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിവറിംഗ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഷിവറിംഗ് ഒക്കെ വരില്ലേ? വിറയലൊക്കെ വരും. അതേപോലെ തന്നെ ഫ്ലൂ ലൈക്ക് ഇൽനെസ് നമ്മളെ ഫീവറിന്റെ ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ കഫ് കോൾഡ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന സിംറ്റംസ് ഒക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇത് സിവിയർ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ടൈമിൽ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര സിവിയർ ആയിട്ട് അത് ഫാറ്റൽ ആയിട്ട് ഭയങ്കര ഡേഞ്ചറസ് കണ്ടീഷനിൽ വരെ എത്താനുള്ള ഒരു സാധ്യത ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് മലേറിയ. ഓക്കെ. നമ്മൾ പറയാം മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഞാൻ ഓൾറെഡി ഒരു ഓവറോൾ ഐഡിയ തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഈ ഒരു ഇമേജിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അതായത് ഇപ്പൊ ഫസ്റ്റ് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോ അത് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇത് സൈക്കിളാണ്. എങ്ങനെയാണ് ആ ഒരു
പാരസൈറ്റ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതാണ്. അല്ലാതെ സ്പ്രെഡിന്റെ ഒരു മോഡല്ല. ഒരു സൈക്കിളാണ് ഇപ്പം പറയുന്നത്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് വേറെ ഇൻഡിവിജ്വൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് പറയാം. അപ്പൊ ആദ്യം ഒരു ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ വന്നിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണെ ബൈറ്റ് ചെയ്യും. ആ പേഴ്സൺ ഇൻഫെക്റ്റഡ് ആവും. അപ്പൊ എവിടെയാ ഇൻഫെക്റ്റഡ് ആവുന്നതെന്ന് വെച്ചാൽ ലിവർ സെൽസിലാണ്. അതായത് ഈ ലിവറിനെയാണ് ഈ മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം അഫക്റ്റ് ചെയ്യുക. അപ്പൊ ഇവര് ലിവർ സെൽസിൽ പോയിട്ട് ഇവരെന്ത് ചെയ്യും? ഇവര് വളരാൻ തുടങ്ങും. ഓക്കെ. ഇവരെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നടക്കും. എവിടെ? ലിവർ സെൽസിനകത്ത്. എന്നിട്ട് പിന്നെ ഇവര് ലിവർ സെൽസിനകത്തുനിന്ന് പുറത്ത് വരും. അപ്പോഴത്തേനും ഇവര് ഒരു അവരെ ഗ്രോത്തിന്റെ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവര് ലിവറിന്ന് പുറത്ത് വരും. എന്നിട്ട് പിന്നെ ഇവര് ബ്ലഡ് സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യും. ഓക്കെ. ഇത് കാരണമായിട്ട് ഇവര് ബ്ലഡ് സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്താണ് പിന്നെ ഇവര് ബ്ലഡ് സെൽസിന്റെ അകത്ത് കയറിയിട്ട് ഇവര് വളരും. അതിന് ശേഷം ഇവര് ഗ്രോത്തിന്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും എന്നറിയോ? ഈ RBCനെ റപ്ചർ ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ RBC ചുവന്ന രക്താണുക്കളാണ്. അതിനെ പൊട്ടിച്ചിട്ട് ഇവര് പുറത്ത് വരും. അപ്പോൾ അത് നമ്മളെ ബോഡീനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആ ഒരു ടൈമിലാണ് മെയിനായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫീവറും പിന്നെ ചിൽസ് നമ്മൾക്ക് വിറയലൊക്കെ അനുഭവപ്പെടുന്നത് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പം ബ്ലഡിനകത്ത് ഇവരുണ്ട് ല്ലേ? ബ്ലഡ് സെൽസിനകത്ത് ആരുണ്ട്? നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയം ഉണ്ട്. അപ്പോൾ പ്ലാസ്മോഡിയം ബ്ലഡിനകത്തുള്ള സമയത്ത് നമ്മളെ ആ ബ്ലഡ് വേറൊരു ഹെൽത്തി ആയിട്ടുള്ള മോസ്കിറ്റോ വന്നിട്ട് ആ ബ്ലഡ് കുടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ മോസ്കിറ്റോന്റെ ബോഡിക്കകത്ത് ഇപ്പം ആരുണ്ട്? പ്ലാസ്മോഡിയം ഉണ്ട്. ഓക്കെ. എന്നിട്ട് ആ മോസ്കിറ്റോ പോയിട്ട് വേറെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റി? ഈ പ്ലാസ്മോഡിയം എന്ത് ചെയ്തു? അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. ഈ ഒരു ഹ്യൂമന്റെ മറ്റേ ഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് കൂടി അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ട്രാൻസ്മിഷൻ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും മലേറിയന്റെ കേസിൽ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ അനോഫിലിസ് മോസ്കിറ്റോന്റെ ബൈറ്റ് കാരണമായിട്ട് മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. നമ്മൾ പറഞ്ഞു ബ്ലഡിനകത്ത് ഇവരുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? നമ്മൾ RBCക്കകത്ത് ഇവര് വളരും. അതിനുശേഷം RBCനെ റപ്ചർ ചെയ്തിട്ട് ഇവര് പുറത്ത് വരും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ബ്ലഡ് ഈ സമയത്ത് അതായത് പാരസൈറ്റ്സ് ബ്ലഡിനകത്തുള്ള സമയത്ത് നമ്മൾ ആർക്കെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക? ഈ നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് ഈ ഈ പ്ലാസ്മോഡിയത്തിനെ കൂടി നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതായത് മലേറിയ കോസിങ് പാരസൈറ്റിനെ കൂടിയാണ് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പം ആൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? ആൾക്കും മലേറിയ വരും. മേ ബി ചിലപ്പോൾ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പം എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് എല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുകൊണ്ടാ. മേ ബി മലേറിയ ഉള്ള ഒരാൾക്ക് നമ്മൾക്ക് പുറത്തേക്ക് സിംറ്റംസ് ഒന്നും കാണിക്കണം എന്നില്ല. പക്ഷെ ഇയാളുടെ ബ്ലഡ് സെൽസിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയം ഉണ്ടാവും. പക്ഷെ ആ ടൈമിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു പ്ലാസ്മോഡിയത്തിനെ കൂടി നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന പോലെ അപ്പം മറ്റേ ആൾക്കും മലേറിയ വരും. ഓക്കെ. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓൾറെഡി എന്തെങ്കിലും വീക്ക് ആയിട്ടുള്ള ഒരാൾക്കാണല്ലോ ബ്ലഡ് വേണ്ടി വരിക. അപ്പൊ നമ്മൾ അതിന്റെ കൂട്ടത്തില് ബ്ലഡ് കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് മലേറിയ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി വീക്ക് ആയിട്ടുള്ള ആള് വീക്ക് ആവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. പിന്നീട് അത് ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചറസ് ഫാറ്റാലിറ്റി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. പിന്നീട് പറഞ്ഞിട്ടുള്ളത് മദർ ടു ചൈൽഡ് ആണ്. അതായത് ഇപ്പം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമൺ ഉണ്ടെങ്കിൽ ആ പ്രഗ്നൻസി ടൈമിൽ ഈ പറഞ്ഞിട്ടുള്ള മലേറിയ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ബേബിക്കും മലേറിയ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അത് നമുക്ക് പിന്നെ അവോയ്ഡ് ചെയ്യാൻ കഴിയൂല. കാരണം അപ്പൊ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കാരണം പ്രഗ്നന്റ് ആയ ഒരാൾക്ക് മലേറിയ വരാതിരിക്കാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു അനോഫിലിസ് മോസ്കിറ്റോ വന്നിട്ട് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഫക്റ്റഡ് ആയിട്ടുള്ള അനോഫിലിസ് മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് മലേറിയ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വിമണിനെയാണ് ഈ അനോഫിലിസ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ വിമണിന് മലേറിയ ഉണ്ടാവുന്നതോടുകൂടി തന്നെ ആ ബേബിക്കും മലേറിയ ഉണ്ടാവും. കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അങ്ങനെ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്. പിന്നെ അതേപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്. നമ്മൾ ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ടൈമിൽ ഇതും ഒക്കെ മെയിൻ ആയിട്ട് ഈ ലിവർ പോലത്തെ ലിവറിനെയൊക്കെയാണ് മെയിൻ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. കാരണം ലിവറിനകത്തൊക്കെയാണല്ലോ ഇവർ കൂടുതലായിട്ട് ഒരു ലൈഫ് സ്റ്റേജ് തന്നെ ലിവറിനെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയം ത്തിന്റെ ഒരു ഗ്രോത്ത്. സോ ലിവറൊക്കെ എസ്പെഷ്യലി ലിവറൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ടൈമിലൊക്കെ എന്താണ് അത് ഈ മലേറിയ ഒക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് ആണല്ലോ ഈ ഒരു
ഓർഗൻ ഡൊണേഷൻ ആണെങ്കിലും ട്രാൻസ്പ്ലാന്റ് ആണെങ്കിലും ഈവൻ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ അത്രയും ശ്രദ്ധിച്ചിട്ട് മാത്രം നമ്മൾ എടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ഹെവി റിസ്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നീഡിൽ ഷെയറിങ്. നീഡിൽസ് ഒക്കെ നമ്മളിപ്പം ഈ മലേറിയ അഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ യൂസ് ചെയ്തിട്ടുള്ള നീഡിൽസ് യൂസ് ചെയ്താൽ പോലും എന്താണ് നമ്മൾക്ക് മലേറിയ ഉണ്ടാവും. ഓക്കെ. സോ അത്രയും കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇത് ബ്ലഡ് ബോൺ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. അല്ലെ? അതായത് ബ്ലഡിലൂടെ പടരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും. അതായത് ഒരു ഹ്യൂമണിൽ നിന്ന് വേറെ ഹ്യൂമണിലേക്ക് സ്പ്രെഡ് ആവാൻ ഈ മോസ്കിറ്റോ മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ, ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഡിസീസ് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു വഴി, ഇതെല്ലാം ഓരോ ചാൻസസ് ആണ്. ഈ ചാൻസസ് വഴിയൊക്കെ നമുക്ക് എന്ത് പറ്റും, മലേറിയ ഒരു അഫക്റ്റഡ് ഇൻഡിവിജ്വലിന് ഹെൽത്തി ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്മിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന് വെക്ടർ ബോൺ, അതായത് മോസ്കിറ്റോ വഴി സ്പ്രെഡ് ആവാം. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി മലേറിയ ട്രാൻസ്മിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു മദറിന് മലേറിയ ഉണ്ടായി കഴിഞ്ഞാൽ അത് അൺബോൺ ആയിട്ടുള്ള ബേബിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അതായത് മലേറിയ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളടുത്ത് നിന്ന് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, നമ്മൾ ഓർഗൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മലേറിയ വരാം. പിന്നെ അതേപോലെ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ യൂസ് ചെയ്തിട്ടുള്ള നീഡിൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് മലേറിയ വരും. ഓക്കെ. പിന്നെ നമുക്കിനി ഹോസ്റ്റ്, നമ്മൾ പറഞ്ഞു അല്ലേ, ഹോസ്റ്റ് നമ്മൾ മോസ്കിറ്റോനകത്ത് ഈ പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയം വളരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മോസ്കിറ്റോയും ഒരു ഹോസ്റ്റ് ആണ്, അതേപോലെ നമ്മളെ ബോഡിക്കകത്തും വളരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഒരു ഹോസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ഹോസ്റ്റുകളാണ്. ഓക്കെ. മോസ്കിറ്റോനെ നമ്മൾ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയും. ഹ്യൂമൻസ് ആണെങ്കിൽ എന്താ, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം, രണ്ടാളുടെ ബോഡിക്കകത്തും ഈ പറഞ്ഞിട്ടുള്ള ആര് വളരുന്നുണ്ട്, പ്ലാസ്മോഡിയം വളരുന്നുണ്ട്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ട് പേരിട്ട് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് പാരസൈറ്റ് നടക്കുന്നുണ്ട്. മോസ്കിറ്റോന്റെ ബോഡിക്കകത്ത് വെച്ചിട്ടാണ് ഈ പാരസൈറ്റിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് അതിനകത്തുനിന്ന് ഫോം ചെയ്യുന്ന ഒരു ഇതിനെ നമ്മൾ സ്പോറോസോയിറ്റ് എന്ന് പറയും. അവരെയാണ് നമ്മളെ ബോഡിക്കകത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ റിസൾട്ട് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൈഗോട്ട്. ഓക്കെ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കും, എന്നിട്ട് സൈഗോട്ട് ആണല്ലോ ഫോം ചെയ്യുക. ഓക്കെ. ഈ പറഞ്ഞിട്ടുള്ള സൈഗോട്ട് ഫോർമേഷനും കാര്യങ്ങളും സെക്ഷൽ റീപ്രൊഡക്ഷനും എല്ലാം നടക്കുന്നത് മോസ്കിറ്റോന്റെ ബോഡിക്കകത്തു നിന്നാണ്. അതുകൊണ്ടാണ് അതിനെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഡെഫിനിറ്റ് ആയിട്ടും അത് വേണം, അത് നിർബന്ധമായിട്ടും മോസ്കിറ്റോ വേണം. ഇവർക്ക് എന്തിനാ, എന്നാലേ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകൾ ഫോം ചെയ്യുള്ളൂ. അത് അവർക്ക് മോസ്കിറ്റോ നിർബന്ധമാണ്. കാരണം അവരുടെ ഒരു എക്സിസ്റ്റൻസിന്, ആരുടെ, ഈ പ്ലാസ്മോഡിയത്തിന്റെ എക്സിസ്റ്റൻസിന് നിർബന്ധമായിട്ട് വേണ്ട ആളാണ് മോസ്കിറ്റോ. അതായത് ഡെഫിനിറ്റീവ്ലി എന്താണ്, മോസ്കിറ്റോ നിർബന്ധമാണ്, മോസ്കിറ്റോ എന്തായാലും വേണം. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഹോസ്റ്റ് ആരാണോ ആ ഹോസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. ഹോസ്റ്റ് ആൻഡ് പാരസൈറ്റ് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് പാരസൈറ്റ് ഏത് ഓർഗാനിസത്തിന്റെ അടുത്തു നിന്നാണോ ബെനിഫിറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഏതൊരു ഓർഗാനിസത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണോ ജീവിക്കുന്നത്, അത് അയാളാണ് ഹോസ്റ്റ്. ഓക്കെ. അതായത് ഇപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, പ്ലാസ്മോഡിയം എവിടെയാ ജീവിക്കുന്നത്, നമ്മളെ ബോഡിക്കകത്ത് അല്ലേ, നമ്മളെ യൂട്ടിലൈസ് ചെയ്തിട്ട് പ്ലാസ്മോഡിയം ജീവിക്കുകയാണ്. അപ്പൊ നമ്മൾ ഹോസ്റ്റ് ആണ്. അതേപോലെ മോസ്കിറ്റോനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ആണ് ഈ ഒരു പ്ലാസ്മോഡിയം ജീവിക്കുന്നത്. അപ്പൊ മോസ്കിറ്റോ ഹോസ്റ്റ് ആണ്, നമ്മൾ ഹോസ്റ്റ് ആണ്, മോസ്കിറ്റോയും ഹോസ്റ്റ് ആണ്. മോസ്കിറ്റോ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആണ്. ഓക്കെ. പിന്നെ നമ്മളിപ്പം പാനിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പാനിനകത്ത് പറഞ്ഞിട്ടുള്ളത് പാൻ പാരസൈറ്റ് ആണെങ്കിൽ നമ്മൾ ഹോസ്റ്റ് ആണ്. ഓക്കെ. ആരെയാണോ ഉപയോഗിക്കുന്നത് അവരാണ് ഹോസ്റ്റ്, ആരാണോ ഉപയോഗിക്കുന്നത് അവരാണ് പാരസൈറ്റ്. ഓക്കെ. അത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് പറഞ്ഞു, മോസ്കിറ്റോ ആൻഡ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ്, അതിനകത്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസ് ആണെങ്കിലും മറ്റുള്ള മാമൽസ് ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. കാരണം ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല, പക്ഷെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ. അസെക്ഷലി ഡിവിഷൻ ആണ് നടക്കുന്നത്. ശരിക്കും അവര് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള ഒരു ഫോം ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഡിഫറെന്റ് സ്റ്റേജസ് അണ്ടർഗോ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് റിപ്രൊഡക്ഷൻ നടക്കാനുള്ള ചാൻസ് തന്നെ കുറവാ. ഏതൊരു കോമൺ ആയിട്ട് നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ പാരസൈറ്റ്സിന്റെ ഒക്കെ ഹോസ്റ്റുകളെ കേസിൽ ഈ ഡെഫിനിറ്റീവ് ഹോസ്റ്റ്, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡെഫിനിറ്റീവ് ഹോസ്റ്റിനകത്തും സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കും. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഇവര് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർക്ക് താമസിക്കാൻ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഇവരുടെ ഗ്രോത്തിന്റെ സ്റ്റേജസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ്, ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിനെ. അപ്പൊ ചില പാരസൈറ്റ്സിന്റെ കേസിൽ അവിടെ വെച്ചിട്ട് അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കാം. എന്തായാലും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിനകത്ത് വെച്ചിട്ട് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഒരു കാരണവശാലും നടക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ പഠിക്കുന്നത് ഇപ്പം പ്ലാസ്മോഡിയത്തിനെ കുറിച്ചിട്ടാണ്. മലേറിയന്റെ കോസിറ്റീവ് ഓർഗാൻസ് ആണ്, അതായത് മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയം. അപ്പോൾ അവരുടെ അവരുടെ കേസിൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് മോസ്കിറ്റോ ആണ്. കാരണം മോസ്കിറ്റോന്റെ ബോഡിക്കകത്ത് വെച്ചിട്ടാണ്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ മോസ്കിറ്റോന്റെ എലിമെന്ററി കനാൽ ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ടാണ് ഇവരുടെ ഈ ഒരു സെക്ഷൽ റിപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇവിടെ ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. സെക്ഷൽ റിപ്രൊഡക്ഷൻ ഒന്നും നടക്കില്ല. മേ ബി അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടന്നേക്കാം. എനിവേ നമ്മൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ കഴിഞ്ഞ് ഫോം ചെയ്തിട്ടുള്ള സൈഗോട്ട് അല്ലെങ്കിൽ ഇവരുടെ ബേബീസിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഹ്യൂമൻസിന്റെ ബോഡിക്കകത്ത് നടക്കുന്നത്. ആദ്യം ഫസ്റ്റത്തെ സ്റ്റേജ് ലിവറിനകത്ത് നടക്കും. ലിവറിനകത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ലൈഫ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ബ്ലഡിലേക്ക് വരും. ബ്ലഡിലേക്ക് വന്നിട്ട് പിന്നെ RBCക്ക് അകത്ത് വളരും. അവസാനം ഇവർ RBCനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ റപ്ചർ ചെയ്തുകൊണ്ട് ഇരിക്കും. എന്നിട്ട് ഇവര് നമ്മളെ ബ്ലഡിൽ ഇങ്ങനെ മിക്സ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് പിന്നെ ബാക്കി സ്പ്രെഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിനി പ്ലാസ്മോഡിയത്തിനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അല്ലെ, ഇതാണ് പ്ലാസ്മോഡിയം. ഓക്കെ, ഇത് ആണ് ഒരു പ്ലാസ്മോഡിയം. നമ്മുടെ പോലെ തന്നെ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. ഇതിൽ നമ്മളെ പോലെ എല്ലാ ഓർഗാനൽസും ഉണ്ട് അല്ലേ? കണ്ടില്ലേ, ഇവർക്ക് ഒരുപാട് നമ്മളെ പറഞ്ഞിട്ടുള്ള സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, വാക്യൂൾ ഉണ്ട്, അതുപോലെ സൈറ്റോപ്ലാസം, മൈറ്റോകോൺഡ്രിയ ഒക്കെ കണ്ടില്ലേ ആ ഒരു ഇതിനകത്ത് കണ്ടില്ലേ, ലൈക്ക് ഇതാ മൈറ്റോകോൺഡ്രിയ ഉണ്ട്, വാക്യൂൾ ഉണ്ട്, പിന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ ഹീമോസോയിൻ. ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് ഇവർ RBCനെ റപ്ചർ ചെയ്യുന്നത്. ഓക്കെ, RBCനെ റപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നതാണ് ഹീമോസോയിൻ. അപ്പൊ ഇവര് ഈ RBCനെ റപ്ചർ ചെയ്യാനുള്ള ടൈം ആകുമ്പോൾ ഇതിപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഒരു വെസിക്കിൾ പോലെ ഒരു സ്ട്രക്ചറിനകത്ത് ഇവർ സ്റ്റോർ ചെയ്തിട്ടാണുള്ളത്. അത് ആവശ്യമാകുമ്പോൾ ഇവരത് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഹീമോസോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീന് അല്ലെങ്കിൽ എൻസൈമിനെ റിലീസ് ചെയ്യും. അപ്പോൾ നമ്മൾ RBC നെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിനോസൈറ്റിക് വെസിക്കിൾസ് കണ്ടില്ലേ, ഇവർ ഫുഡ് കഴിക്കുന്നത് ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ്. പിന്നെ നമ്മളെ സെൽസിനൊക്കെ ഉള്ള എല്ലാ ഓർഗനൽസും ഇവർക്കുണ്ട്. ഗോൾജി അപ്പാരറ്റസ് ഉണ്ട്. പിന്നെ ഫുഡ് വാക്യൂൾ കണ്ടില്ലേ, ഈ ഒരു സംഭവം ഇവർ ഫുഡ് ഇങ്ങനെ കഴിച്ചതിന് ശേഷം അതിങ്ങനെ എൻക്ലോസ് ചെയ്തിട്ട്, അതിങ്ങനെ റൗണ്ട് ആയിട്ട് എൻക്ലോസ് ചെയ്തിട്ട് അതിങ്ങനെ ഫുഡ് ഇവിടെ വാക്യൂളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞിട്ടുള്ള റൈബോസോംസ്, റൗണ്ട് ചെയ്യാറ്, ന്യൂക്ലിയസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർക്കുണ്ട്. ഓക്കെ, അതാണ് ഒരു പ്ലാസ്മോഡിയത്തിന്റെ ബേസിക് സ്ട്രക്ചർ ഒന്നും ഇമ്പോർട്ടന്റേ അല്ല. ഞാൻ ഇനിയിപ്പോ പ്ലാസ്മോഡിയം എന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ അത് എന്താണ്, അതെങ്ങനെ റൗണ്ട് ആണോ, സ്ക്വയർ ആണോ, ട്രയാങ്കുലർ ഷേപ്പ് ആണോ, എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ട് ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ബോധറാവേണ്ട കാര്യമില്ല. നമ്മൾക്ക് ജസ്റ്റ് എന്താണ് പ്ലാസ്മോഡിയം എന്നൊരു ഓവറോൾ ഐഡിയ കിട്ടിയാൽ മതി. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോട്ട്സിനകത്ത് കൊടുത്തിട്ടുള്ള പ്ലാസ്മോഡിയത്തിന്റെ ബാക്കിയുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹോസ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി ഏതൊക്കെ സ്പീഷീസ്, പ്ലാസ്മോഡിയം സ്പീഷീസിനെ കുറിച്ചിട്ട് നോക്കാം. ഡിഫറെന്റ് സ്പീഷീസ്, നമ്മൾ ഒരു പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരുപാട് സ്ട്രെയിൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ആ സ്പീഷീസ് നോക്കാം. ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യുന്ന സ്പീഷീസിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത് ഒരുപാട് സ്പീഷീസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പം ഇവിടെ ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യുന്ന സ്പീഷീസിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഓക്കെ, അത് ഫാൽസിപ്പാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂ ലൈക്ക് ആയിട്ടുള്ള ഒരു ഇതാണ്. കോമൺലി നമ്മൾ പ്ലാസ്മോഡിയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്ട്രക്ചർ ഒക്കെ പണ്ട് റെക്കോർഡ് ബുക്കിലൊക്കെ വരച്ചിട്ടുണ്ടാവില്ലേ, അത് ഇദ്ദേഹമാണ്. ഈ പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഒരു ഷൂ ലൈക്ക് അപ്പിയറൻസ്, ഇങ്ങനെ കുറച്ച് എലോങ്ങേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഇദ്ദേഹത്തിന്, ഇയാൾക്ക്. അപ്പൊ അതുകൊണ്ട് അതാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. പിന്നെ ഉള്ളതാണ് പ്ലാസ്മോഡിയം വിവാക്സ്, പിന്നെ ഉള്ളത് പ്ലാസ്മോഡിയം ഒവേലെ, പിന്നെ പ്ലാസ്മോഡിയം മലേറിയ. പേരൊക്കെ സിമ്പിൾ ആയി, മലേറിയ വെച്ചിട്ട് തന്നെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ പ്ലാസ്മോഡിയം നൗലസി. ഈ നൗലസി എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ റയർ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഈ പ്ലാസ്മോഡിയത്തിനകത്ത് തന്നെ റയർ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് പ്ലാസ്മോഡിയം നൗലസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് മേ ബി അതിനെ കുറിച്ചിട്ട് അധികം ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നൗലസി എന്ന് പേരിട്ടിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ സയന്റിഫിക് നെയിംസ് ഒക്കെ ഇടുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ. സയന്റിഫിക് നെയിംസിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് എടുത്ത് നോക്കിയാൽ ചിലപ്പം ഒരു ബന്ധവും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫുൾ കോമഡി ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ആയിരിക്കും.
അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം പറയാം. എനിവേ ഈ പറഞ്ഞിട്ടുള്ളത് എന്താ കോമൺ ആയിട്ട് വളരെ കുറഞ്ഞിട്ട് നമുക്ക് ലെസ് കോമൺ ആയിട്ടുള്ളതാണ്. വളരെ റെയർ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് പ്ലാസ്മോഡിയം നൗലസി എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് മങ്കീസിനെയാണ് അഫക്ട് ചെയ്യുക. നമ്മളെ ഹ്യൂമൻസിനെ അഫക്ട് ചെയ്യുന്നതിനേക്കാളും ഇവർ മങ്കീസിനെയാണ് അഫക്ട് ചെയ്യുക. ഹ്യൂമൻസിനെ അഫക്ട് ചെയ്യാൻ കഴിയില്ല എന്നല്ല, ഹ്യൂമൻസിനെ അഫക്ട് ചെയ്യും. പക്ഷെ മെയിൻ ആയിട്ട് മങ്കീസിനെ അഫക്ട് ചെയ്യുന്ന, കൂടുതലായിട്ട് ഇവർക്ക് അഫക്ട് ചെയ്യുന്നത് എന്താണ്, മങ്കീസിനെയാണ്. അതുകൊണ്ടാണ് അതാണ് ഈ നൗലസീന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്ലാസ്മോഡിയത്തിന്റെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് മലേറിയ ആണ്. മലേറിയ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് വരും. പല ആൾക്കാർക്കും ഡിഫറെന്റ് ആവാം. പിന്നെ ഈ ക്ലൈമറ്റിന്റെ ചേഞ്ച്, അങ്ങനെ പല ഫാക്ടേഴ്സ് കാരണമായിട്ട്, അല്ലെങ്കിൽ ഈ കോസറ്റീവ് ഏജന്റിന്റെ ആ ഒരു സ്ട്രെയിൻ, അതെല്ലാം കാരണമായിട്ട് നമുക്ക് എന്താ, ഇപ്പൊ നമ്മൾ ആ ഒരു 5 സ്ട്രെയിൻ പറഞ്ഞു അല്ലേ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, വിവാക്സ്, നൗലസി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത് ഈ സ്ട്രെയിൻ മാറുന്നതിനനുസരിച്ചിട്ട് സിവിയറിറ്റി കൂടാം കുറയാം, അതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയൊക്കെ ടൈപ്സ് ഓഫ് മലേറിയ എന്ന് പറഞ്ഞിട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതൊന്നും നമുക്ക് നോക്കാം. ഒന്നാമത് പറയാനുള്ളത് അൺകോംപ്ലിക്കേറ്റഡ് മലേറിയ ആണ്. ഓക്കെ, ഇത് അധികം കോംപ്ലിക്കേഷൻസ് ഇല്ല. നമ്മൾ കോമൺലി മലേറിയ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. അതായത് ഫീവർ ഉണ്ടാവും, റിക്കറിങ് ആയിട്ടുള്ള ഫീവർ, ഇടയ്ക്ക് ഫീവർ വരും, ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഫീവർ ഒക്കെ മാറിയെന്ന് തോന്നും. അതേപോലെ നമുക്ക് ഷിവറിങ് വരും. പിന്നെ സ്വെറ്റിങ്, അതായത് നമുക്ക് ഫീവർ പോകുന്ന സമയത്താണല്ലോ സ്വെറ്റിങ് വരുന്നത്. അങ്ങനെ സ്വെറ്റിങ് വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഫീവർ മാറിയിട്ടുണ്ട്, പോയിട്ടുണ്ട് വിചാരിക്കും. പക്ഷെ അല്ല, കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ഫീവർ വരും. അങ്ങനെയുള്ള ഒരു കേസ്, അതാണ് ഈ ഒരു അൺകോംപ്ലിക്കേറ്റഡ് മലേറിയയിൽ കണ്ടുവരുന്നത്. അതേപോലെ അതിന്റെ കൂടെ തന്നെ ഹെഡ് ഏക്ക് വരാം, മസിലേക്ക് വരാം. ഹെഡ് ഏക്ക് വരും, അതേപോലെ മസിൽസിനൊക്കെ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഫാറ്റീഗ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും സ്വാഭാവികമായിട്ടും ഫാറ്റീഗ് ഉണ്ടാവും അല്ലേ. ഫാറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. ഓക്കെ, ക്ഷീണം, ഇതിനാണ് ഫാറ്റിഗ് എന്ന് പറയുന്നത്, അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഈ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു 2-3 ദിവസം ഇതിങ്ങനെ ഓരോ 2-3 ദിവസം കൂടുമ്പോഴും നമുക്ക് ഫീവർ വരുന്നു, ഫീവർ പോകുന്നു, പിന്നെ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ വിറയൽ വരുന്നു, പോകുന്നു, ഹെഡേക്ക് വരുന്നു, പോകുന്നു, അങ്ങനെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കുറെ വിചാരിക്കും അത് മാറിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കും. പക്ഷെ അത് പിന്നെയും വന്നുകൊണ്ടിരിക്കും, വന്നും പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള കേസിന് കാരണമായിട്ടുള്ളത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരാണ്. അതേപോലെ ഈ പ്ലാസ്മോഡിയം വിവാക്സ്, പ്ലാസ്മോഡിയം ഒവാലിയൻ ആണ് നമ്മൾക്ക് മലേറിയ കോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് കുറെ കാലം ലിവറിനകത്ത് നിൽക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ ഡോർമെന്റ് ആയിട്ട് നിൽക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇവര് ലിവറിനകത്ത് നിന്ന് പുറത്ത് വന്നിട്ട് RBCനെ റപ്ചർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ടുള്ള സിംറ്റംസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. പക്ഷെ അപ്പോഴും നമ്മളെ ബോഡിക്കകത്ത് ആരുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള പാരസൈറ്റ്സ് ആയിട്ടുള്ള പ്ലാസ്മോഡിയംസ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം വിവാക്സും പ്ലാസ്മോഡിയം ഒവാലിയും നമ്മളെ ബോഡിക്കകത്ത് തന്നെ അപ്പോഴും ഉണ്ടാവും. കാരണം ഇവര് ലിവർ സ്റ്റേജസ് വളരെ ഡോർമെന്റ് ആണ്. അതായത് കുറെ കാലം ഇവർ ലിവറിനകത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയും. പിന്നെ ഉള്ളതാണ് പ്ലാസ്മോഡിയം മലേറിയ. ഓക്കെ, ഇത് വളരെ ക്രോണിക് ആയിട്ടുള്ള മലേറിയ. നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അൺകോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ പറയാൻ പോകുന്നതാണ് ക്രോണിക് ആയിട്ടുള്ള മലേറിയ ഉണ്ട്. അപ്പൊ ക്രോണിക് ആയിട്ടുള്ള മലേറിയ കോസ് ചെയ്യുന്ന പോസിറ്റീവ് ഏജന്റ് ആണ് പ്ലാസ്മോഡിയം മലേറിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപാട് വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിങ്ങനെ നമ്മുടെ ബോഡിക്കകത്ത് കുറെ വർഷം അത് എക്സിസ്റ്റ് ചെയ്യും. പിന്നെ പ്ലാസ്മോഡിയം നൗലസി ഹ്യൂമൻസിൽ അത് വളരെ റെയർ ആയിട്ടാണ് വരുന്നത്. എന്നാലും അത് അഥവാ ഈ ഒരു നൗലസി അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഫീവർ സൈക്കിൾസ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ മറ്റേത് ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പിനകത്തായിരുന്നു ഫീവർ വന്ന് വരവും പോക്കും എല്ലാം. പക്ഷെ ഈ നൗലസി ആണെങ്കിൽ ഡെയിലി ഫീവർ ഇങ്ങനെ വന്നും പോയോണ്ടിരിക്കും. ഓക്കെ, ഒരു ദിവസം ഫീവർ ഉണ്ടോ, അടുത്ത ദിവസം ഫീവർ ഇല്ല, അങ്ങനെ ഡെയിലി അതിങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം ഇതിനകത്ത് ഉണ്ടല്ലോ സിംറ്റംസ് ഇവിടെ ഇമേജിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ഏക്ക് ഉണ്ട്, വോമിറ്റിംഗ്, ഫീവർ, നോസിയ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരും. പിന്നെ അതേപോലെ ഡ്രൈ കഫ് ഉണ്ടാവും. നമ്മൾ കഫ് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് ഡ്രൈ ആയിട്ടുള്ള കഫ് ആണെങ്കിലാണ് മലേറിയ ആവാൻ ചാൻസ്. അല്ലെങ്കിൽ വെറ്റ് കഫ് ആണെങ്കിൽ, അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു വരണ്ട ചുമ ഉണ്ടാവില്ലേ, നമ്മളെ തൊണ്ടയിലൊന്നുമില്ല, ചിലപ്പോൾ നമുക്ക് തൊണ്ടക്കകത്ത് ഇതേപോലെ ഒരു വരൾച്ച ഇല്ലാത്തൊരു ഇതുണ്ടാവും. അതായത് കഫക്കെട്ട് കാരണമൊക്കെ ആയിട്ട് നമുക്ക് ചുമ വരും. അതല്ലാണ്ട് നമുക്കൊരു വരൾച്ച ഇരിക്കും, ത്രോട്ടൊക്കെ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ചുമയായിരിക്കും മലേറിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ,
നമ്മൾ പറയുന്നതാണ് സിവിയർ മലേറിയ. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ, മലേറിയൻ്റെ തന്നെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇത് വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് വരാം. അതായത് ചിലപ്പം ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. അത്രയും ഫാറ്റാലിറ്റി ഉള്ള ഒരു കേസാണ് സിവിയർ മലേറിയൻ്റെത്. ഓക്കെ. ഇത് കോസ് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പ്ലാസ്മോഡിയം ഫാൽസിപാരാണ് ഏറ്റവും സിവിയർ കേസ് ഓഫ് മലേറിയ കോസ് ചെയ്യുന്നത് ആരാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരാണ് അല്ലേ? അപ്പോൾ ഫാൽസിപാരാണ് അത് കോസ് ചെയ്യുന്നത്. ഇതിന്റെ സിംപ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറിബ്രൽ മലേറിയ. സെറിബ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെറിബ്രം റിലേറ്റഡ് ടു ബ്രെയിൻ ആണ് അല്ലേ? അപ്പൊ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന മലേറിയ കോസ് ചെയ്യുന്ന ആളാണ് പ്ലാസ്മോഡിയം ഫാൽസിപാരം. അതേപോലെ തന്നെ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, അതായത് റെസ്പിറേറ്ററി ട്രാക്റ്റിനെ എഫക്ട് ചെയ്യും. അത് കാരണമായിട്ട് നമുക്ക് ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം റെസ്പിറേറ്ററി ട്രാക്ട് മൊത്തത്തിൽ ഇൻഫെക്റ്റഡ് ആയിട്ട് അത് കാരണമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ ഗ്രാജുവലി കിഡ്നി ഫെയിലിയറിലേക്ക് എത്തും. കിഡ്നി ഫെയിലിയർ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഈ ഒരു മലേറിയയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സിവിയർ മലേറിയ എന്ന് പറയുന്നത്. കാരണം കിഡ്നി ഫെയിലിയർ വരെ കോസ് ചെയ്യാൻ ഈ ഒരു സിവിയർ മലേറിയ അല്ലെങ്കിൽ പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിനകത്തുള്ള ഷുഗർ കണ്ടന്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് വളരെ കുറവായിരിക്കും. അത് കാരണമായിട്ട് നമുക്ക് ഫാറ്റീഗും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. ഓക്കെ. അപ്പോൾ അതാണ് സിവിയർ മലേറിയന്റെ കാര്യങ്ങൾ. സിവിയർ മലേറിയ എന്ന് പറയുമ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ്. അത് കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സിംറ്റംസ് ഉണ്ട്. നമ്മൾക്ക് ഇംപയർഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല, മേ ബി നമ്മുടെ ബോധം പോവും. പിന്നെ അനീമിയ, ഭയങ്കരമായിട്ട് അനീമിയ, ബ്ലഡ് ലോസ്, ലൈക്ക് നമുക്ക് ബ്ലഡ് വളരെ കുറവായിരിക്കാം, ബോഡിക്കകത്തുള്ള ബ്ലഡിന്റെ കണ്ടന്റ് കുറയും. പിന്നെ അതേപോലെ കിഡ്നി ഇഞ്ചുറി വരാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം വരാം. പിന്നെ അങ്ങനെ ബ്ലീഡിങ് വരാം. അസിഡോസിസ്, അതായത് ബ്ലഡിന്റെ pH കൂടുതലാവുന്ന ഒരു കേസാണ് അസിഡോസിസ് എന്ന് പറഞ്ഞാൽ. ബ്ലഡ് സ്ലൈറ്റ്ലി അസിഡിക് ആണ്, പക്ഷേ എങ്കിലും ആ ഒരു അസിഡിറ്റി നോർമൽ അസിഡിറ്റി ലെവലിൽ നിന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ അതേപോലെ മഞ്ഞപ്പിത്തം, അതാണ് ജോണ്ടീസ് വരാം. അങ്ങനെ പാരസൈറ്റ് ലോഡ് കൂടുതലായിരിക്കും. അതായത് പാരസൈറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പ്ലാസ്മോഡിയം ഫാൽസിപാരം, അതിന്റെ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതെല്ലാമാണ് ഈ ഒരു സിവിയർ മലേറിയ ഉണ്ടായി കഴിഞ്ഞാലുള്ള സിംറ്റംസ്. പിന്നെ നമുക്കിനി മലേറിയന്റെ ലൈഫ് സൈക്കിൾ ജസ്റ്റ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഹ്യൂമൻ ബോഡിയിൽക്കകത്ത് ഇഞ്ചെക്ട് ചെയ്യും. പിന്നെ ആദ്യം ലിവറിനകത്ത് പോവും, പിന്നെ RBCക്കകത്ത് വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഓരോന്നും ഏതൊക്കെയാണ്, അതായത് ഇവർക്കൊക്കെ ഓരോ പേരുകളുണ്ട്. അതായത് മോസ്കിറ്റോ നമ്മളെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതിനൊരു പേരുണ്ട്, ലിവറിനകത്ത്, പിന്നെ ബ്ലഡിനകത്ത്, അങ്ങനെ എല്ലാവരും കുറച്ച് പേരുകളുണ്ട്. അതൊക്കെ നോക്കാം. അതിനകത്ത് സ്പോറോസോയിഡ്സ് ആണ്. സ്പോറോസോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ബോഡിക്കകത്ത്, ഓക്കെ, നമ്മളെ ബ്ലഡിലേക്ക് മോസ്കിറ്റോ ഇഞ്ചെക്ട് ചെയ്യുന്നത് എന്താണ്? സ്പോറോസോയിഡ്സിനെയാണ്. പിന്നെ അവരാണ് ഈ സ്പോറോസോയിഡ്സ് ആണ് ലിവറിലേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മോസ്കിറ്റോ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എവിടേക്കാണ് പോകുന്നത്? ലിവറിലേക്കാണ് പോകുന്നത്. എന്നിട്ട് പിന്നെ ലിവർ സെൽസിൽ അവർ ഇൻവേഡ് ചെയ്യും. ലിവർ സെൽസിന് ഇവർ അവിടെ നിന്നിട്ട് ഇവർ വളരും, പിന്നെ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യും. അത് അസെക്ഷൽ റിപ്രൊഡക്ഷൻ വഴിയാണ് ഇവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ മൈറ്റോസിസ് പോലെ ഇങ്ങനെ ഓരോന്ന് ഡിവൈഡ് ചെയ്തിട്ട് കൂടുതലായിട്ടുള്ള സെൽസ് ഉണ്ടാവും. ഓക്കെ. അതിനുശേഷം പിന്നെ ഇവർ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ്, ഒരു കുറച്ച് ഗ്രോത്തും ഒക്കെ ആയിട്ട് ഇവരെന്ത് ചെയ്യും? നമ്മളെ RBCക്കകത്ത് എൻ്റർ ചെയ്യും. ഓക്കെ. RBCക്കകത്ത് എൻ്റർ ചെയ്തിട്ട് അവിടുന്നും കുറച്ചുകൂടി ഇവർ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴൊക്കെ പാരസൈറ്റ് ലോഡ് അല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്മോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ നമ്മളെ ബോഡിക്കകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ RBCയിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം RBCനെ ബേസ്റ്റ് ചെയ്തിട്ട് പുതിയ പാരസൈറ്റ്സിനെ എന്താ ചെയ്യും? റിലീസ് ചെയ്യും. പുതിയ പാരസൈറ്റ്സിനെ റിലീസ് ചെയ്തിട്ട് അവർ പിന്നെയും ഇതേപോലെ തന്നെ RBCനൊക്കെ ഇൻഫെക്റ്റ് ചെയ്യും. പിന്നെ ഉള്ളതാണ് അതിനകത്ത് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഫോം ചെയ്തെന്ന് പറഞ്ഞല്ലോ, സെക്ഷലി ഫോം ചെയ്തിട്ടുള്ള ആളുകളാണ് ട്ടോ. അതായത് ഈ പുതിയതായിട്ടുള്ള പാരസൈറ്റ്സ് ഫോം ചെയ്തു എന്ന് പറയുന്നത് ഹ്യൂമണിനകത്താണ് ഫോം ചെയ്യുന്നത്. അതായത് ആദ്യം ലിവറിനകത്ത് വന്നു, അതിനുശേഷം ഒരു RBCക്കകത്ത് നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. അങ്ങനെ ഓർക്കണം. കാരണം സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് ആരുടെ ഉള്ളിൽ മാത്രമാണ്? ഡെഫിനിറ്റീവ് ഹോസ്റ്റിനകത്ത് മാത്രമേ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുള്ളൂ. നമ്മൾ ഹ്യൂമൺ എന്താണ്? ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ് അല്ലേ. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിനകത്ത് റിപ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ തന്നെ അസെക്ഷൽ റിപ്രൊഡക്ഷനെ നടക്കുള്ളൂ. ഇവർ ജസ്റ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇവർ ഫോം ചെയ്യുന്നതിന് ഇടയ്ക്ക് എന്ത് പറ്റുന്നറിയോ? ചില പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള പാരസൈറ്റ്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലാസ്മോഡിയം എന്തായിരിക്കും? ചിലവർക്ക് സെക്ഷൽ
റിപ്രൊഡക്ഷനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവും. ഓക്കെ, സെക്ഷൽ റിപ്രൊഡക്ഷനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവും. അവർ നമ്മൾ സെക്ഷൽ ഫോംസ് എന്ന് പറയും, അല്ലെങ്കിൽ ഗമീറ്റോസൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, സെക്ഷൽ ഫോംസ് അല്ലെങ്കിൽ ഗമീറ്റോസൈറ്റ്സ് ഇതിനിടയ്ക്ക് ഫോം ചെയ്യുന്നുണ്ടാവും. അവർക്ക് എന്ത് പറ്റും? അവർക്ക് സെക്ഷലി റിപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷെ അവർക്ക് ഹ്യൂമണിനകത്ത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? കാരണം ഹ്യൂമൺ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റാ. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിനകത്ത് എന്ത് പാടില്ല? സെക്ഷൽ റിപ്രൊഡക്ഷൻ പാടില്ല. അവർക്ക് സാധിക്കില്ല. സോ എന്ത് ചെയ്യും? ഈ ഗമീറ്റോസൈറ്റ്സിന് പക്ഷെ റിപ്രൊഡ്യൂസ് ചെയ്യണം. അവർക്ക് സെക്ഷലി റിപ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ എന്ത് പറ്റുന്നറിയോ? ഈ ഒരു സമയത്താണ് നമ്മളെ ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ വരുന്നത്. അപ്പൊ ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ വന്നിട്ട് ബൈറ്റ് ചെയ്യുമ്പം മോസ്കിറ്റോന്റെ അകത്തേക്ക് ആര് പോവും? ഈ ഗമീറ്റോസൈറ്റ്സ് പോവും. മോസ്കിറ്റോ ബ്ലഡ് സക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഗമീറ്റോസൈറ്റ്സും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെ ഗമീറ്റോസൈറ്റ്സ് മോസ്കിറ്റോന്റെ ഗട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സെക്ഷൽ റിപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഇവര് സെക്ഷൽ റിപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇവർ വീണ്ടും മോസ്കിറ്റോന്റെ കെട്ടിലെത്തും. പിന്നെ മോസ്കിറ്റോ സ്റ്റേജ് ആണുള്ളത്. മോസ്കിറ്റോന്റെ കെട്ടിലാണുള്ളത്. ഗമീറ്റോസൈറ്റ്സ് എന്ത് ചെയ്യും? ഇവര് സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തും. ഇവർ ഗമീറ്റ്സ് ഡെവലപ്പ് ചെയ്യും. ആദ്യം ഇവരെന്ത് ചെയ്യും? ഗമീറ്റ്സിനെ ഡെവലപ്പ് ചെയ്യും. നമ്മളറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇവര് ഗമീറ്റോസൈറ്റ്സ് എന്ത് ചെയ്യും? ഗമീറ്റ്സിനെ ഡെവലപ്പ് ചെയ്യും. ഗമീറ്റ്സ് ഫെർട്ടിലൈസ് ചെയ്യും. ഗമീറ്റ്സ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ പുതിയ സ്പോറോസോയിഡ്സ്, ശരിക്കും ഇവരെ സൈഗോട്ടിനെയാണ് സ്പോറോസോയിഡ്സ് എന്ന് പറയുന്നത്. സ്പോറോസോയിഡ്സ് വരും. ഈ സ്പോറോസോയിഡ്സിന് പിന്നെയും ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമന്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ലിവറിലേക്ക് എൻ്റർ ചെയ്യും, RBCയിലേക്ക് എൻ്റർ ചെയ്യും. പിന്നെയും പുതിയ ഗമീറ്റോസൈറ്റ്സ് വരും. അവർ മോസ്കിറ്റോന്റെ ഗട്ടിലേക്ക് വരും. അങ്ങനെ ഈ ഒരു സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ലൈഫ് സൈക്കിൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാരണം നേരത്തെ നമ്മളിങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ സ്റ്റേജ് ആണ്, എവിടെയൊക്കെയാണ് കണ്ടുവരുന്നത്, സെക്ഷൽ റിപ്രൊഡക്ഷൻ എവിടെയാണ് നടക്കുന്നത്, അസെക്ഷൽ റിപ്രൊഡക്ഷൻ എവിടെയാണുള്ളത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇനി നമുക്ക് സ്മിയർ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഓക്കെ, അതായത് ഇപ്പൊ മലേറിയ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, അതിന് എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം സ്മിയർ പ്രിപ്പറേഷനകത്ത് 2 ടൈപ്പ് ഓഫ് സ്മിയർ പ്രിപ്പറേഷൻ ആണുള്ളത്. ഒന്ന് തിക് സ്മിയർ ആണ്, പിന്നെ ഒന്ന് തിൻ സ്മിയർ ആണ്. ഓക്കെ, തിക് സ്മിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു ബ്ലഡ്, അതായത് നമ്മളെ ഫിംഗർ പ്രിക്ക് ചെയ്തിട്ട് ഒരു ബ്ലഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ലൈഡിനകത്തേക്ക് ബ്ലഡിനെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് വേറൊരു സ്ലൈഡ് യൂസ് ചെയ്തിട്ട് ഒരു സർക്കുലർ മോഷനിൽ ഈ ഒരു സ്ലൈഡിനെ മൂവ് ചെയ്യും. ഏകദേശം ഒരു 1 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിനെ ഡെവലപ്പ് ചെയ്യും. നമ്മൾ വേറൊരു സ്ലൈഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. എല്ലാം സ്റ്റെറൈൽ ആയിരിക്കണം. നമ്മളെ ഫിംഗർ ആണെങ്കിലും സ്ലൈഡ് ആണെങ്കിലും ലാൻസെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിംഗർ പ്രിക്ക് ചെയ്യുന്നത്. അതൊക്കെ എല്ലാം സ്റ്റെറൈൽ ആയിരിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ സ്ലൈഡ് വെച്ചിട്ട് ഒരു റൗണ്ട്, ഒരു 1 സെന്റിമീറ്റർ സർക്കിൾ ഫോം ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, ഇനി ഇതാണ് തിക് സ്മിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ജസ്റ്റ് ഒരു റൗണ്ട്, അതായത് ബ്ലഡ് യൂസ് ചെയ്തിട്ട് ഒരു 1 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ ഫോം ചെയ്യുന്നതാണ് തിക് സ്മിയർ പ്രിപ്പറേഷൻ. അത്രേ ഉള്ളൂ. പിന്നെ തിൻ സ്മിയർ ആണുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഒരു സ്ലൈഡിന്റെ ഒരു എൻഡിൽ കൊണ്ടുപോയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു സ്ലൈഡിന്റെ ഒരു എൻഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വെക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു സ്ലൈഡ് എടുത്തിട്ട് ആ ഒരു ഫോർത്ത് ഇമേജിൽ കാണാം അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു സ്ലൈഡ് എടുത്തിട്ട് അത് ഒരു 45 ഡിഗ്രി ആംഗിളിൽ നമ്മളിങ്ങനെ ആ ഒരു ബ്ലഡിന്റെ ഡ്രോപ്പിനടുത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അതിനൊന്ന് പുള്ള് ചെയ്യണം. ആ ഡ്രോപ്പ് ഓഫ് ബ്ലഡിന് നമ്മൾ മേ ബി ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ, ലാബിനകത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ? എന്നിട്ട് നമ്മൾ ജസ്റ്റ് അപ്പൊ ഒരു തിൻ ലെയർ ഓഫ് ബ്ലഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് ടങ് ഷേപ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ടങ്ങിന്റെ പോലത്തെ ഒരു ഷേപ്പുള്ള ഒരു ലെയർ ഓഫ് ബ്ലഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. വളരെ തിന്നായിട്ടുള്ള, കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ലെയർ ആയിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റൗണ്ടിൽ കാണുന്നുണ്ട്, അതാണ് തിക് സ്മിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റേ ഒരു കുറച്ച് എലോങ്ങേറ്റഡ് ആയിട്ടുള്ളതാണ് തിൻ സ്മിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡ്രൈ ആവണം. ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റെയിനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇവരെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് പിന്നെ ബാക്കി പ്രൊസീജിയറും ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കാനില്ല. പക്ഷെ നമ്മൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കേണ്ടത്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ തിക് സ്മിയറിന്റെ
അഡ്വാൻറ്റേജസ് ആദ്യം നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. തിക്ക് സ്മിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാർജർ വോളിയം ഓഫ് ബ്ലഡിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ്ലി, കാരണം നമ്മൾ 1 സെന്റിമീറ്റർ സർക്കിളാണ് ആ ഒരു ബ്ലഡ് വെച്ചിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബ്ലഡിന്റെ എമൗണ്ട് കൂടുതലായിട്ടുള്ളത് ഏതിലാ? തിക്ക് സ്മിയറിലായിരിക്കും അല്ലേ? അപ്പോൾ തിക്ക് സ്മിയറിൽ എന്താ ബ്ലഡിന്റെ എമൗണ്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടാണ്. അതായത് പാരസൈറ്റ്സ് വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും നമ്മൾക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാം. കാരണം നമ്മൾ കൂടുതൽ എമൗണ്ട് ഓഫ് ബ്ലഡ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പാരസൈറ്റ്സ് ഇതിനകത്തുണ്ടാവും. കുറച്ച് പാരസൈറ്റ്സേ ബോഡിക്കകത്തുള്ളെങ്കിലും നമുക്ക് ഏർലി സ്റ്റേജ് ആണെങ്കിൽ പോലും നമുക്കതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ തിക്ക് സ്മിയർ ആണെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമുക്ക് കുറച്ച് റിയേജൻസ് യൂസ് ചെയ്താൽ മതി. തിക്ക് സ്മിയറിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മതി? വളരെ കുറച്ച് റിയേജൻസും റിസോഴ്സസും ഒക്കെ മതി. അതുകൊണ്ട് തന്നെ വളരെ എക്കണോമിക്കലി നമുക്ക് കൂടുതൽ യൂസ്ഫുൾ, നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു തിക്ക് സ്മിയർ ആണ്. പിന്നെ തിക്ക് സ്മിയറിന്റെ തന്നെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ടൈം കൺസ്യൂമിങ് പ്രിപ്പറേഷൻ ആണുള്ളത്. കാരണം തിക്ക് സ്മിയറിനകത്ത് എന്താണ് ഒരുപാട് ബ്ലഡ് ഉണ്ട് അല്ലേ? കമ്പാരിറ്റീവ്ലി നമ്മൾ തിൻ സ്മിയറിനെ വെച്ച് നോക്കുമ്പോൾ 1 സെന്റിമീറ്റർ സർക്കിൾ ആയിട്ടുള്ള ബ്ലഡ് ആണുള്ളത്. അപ്പോൾ അത് ഫുൾ ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടി ടൈം എടുക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രൈ ആയിട്ട് അതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിക്സിംഗ് ആണെങ്കിലും സ്റ്റെയിനിങ് ആണെങ്കിലും ഒബ്സർവേഷൻ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ ഡ്രൈ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും. ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ചെയ്താൽ നമ്മൾ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. സോ അതെന്താ? ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ മോർഫോളജിക്കൽ ഐഡന്റിഫിക്കേഷൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. കാരണം ഇത് കുറച്ച് ബ്ലഡ് വോളിയം കുറച്ച് കൂടുതലാണ്. അതായത് തിൻ സ്മിയർ ആണെങ്കിൽ വളരെ തിൻ ആയിട്ടുള്ള ലെയർ ആയിരിക്കും. പക്ഷെ ഇത് വളരെ തിക്ക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കോൺസെൻട്രേഷൻ ബ്ലഡ് സെൽസിന്റെ ആണെങ്കിലും മറ്റുള്ള സെൽസിന്റെ ആണെങ്കിലും സെൽ ഓർഗനൽസ് എല്ലാം വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് തിക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ സെൽസ് ഒക്കെ ഓവർലാപ്പ് ചെയ്തിട്ട് അങ്ങനെ വളരെ ഡെൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആയിരിക്കും. ഇത് വളരെ ഡെൻസ് ആയിരിക്കും. അതായത് നമുക്കറിയാം, അത് കുറച്ചധികം ബ്ലഡ് ഉണ്ടാകുമ്പോൾ വളരെ ഡാർക്ക് കളറിലായിരിക്കും കാണുക അല്ലേ? നമ്മളെ ബ്ലഡ്. നേരെ മറിച്ച് വളരെ കുറച്ച് ബ്ലഡ് ആണെങ്കിൽ ഒരു റെഡ് കളറായിരിക്കും ഉണ്ടാവുക. അതേപോലെ ഈ ഒരു ഡാർക്ക് കളർ ബ്ലഡ് പോലെ ആയിരിക്കും ഉണ്ടാവുക. ലൈക്ക് നമുക്ക് വളരെ ഡെൻസ് ആയിരിക്കും ഉണ്ടാവുക അതിനകത്ത്. വളരെ ഡെൻസ് അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ബ്ലഡ് സെൽസ്, വേറെയുള്ള സെൽസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ നിന്ന് നമ്മൾ ഈ ഒരു പാരസൈറ്റ്സിനെ അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്മോഡിയത്തിനെ ഡിറ്റക്ട് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് മേ ബി നമ്മൾക്ക് കറക്റ്റ് ആ ഒരു മോർഫോളജി ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. പ്ലാസ്മോഡിയം ഉണ്ടെന്ന് മേ ബി മനസ്സിലായി കഴിഞ്ഞാലും കറക്റ്റ് അവരുടെ മോർഫോളജി വരെ സ്ട്രക്ചർ ഒന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ വേരിയബിലിറ്റി ഉണ്ട്. അതായത് ഈ ക്വാളിറ്റി വാരി ചെയ്യും. അതായത് ഓരോ ടെക്നീഷ്യനും ഓരോ സ്കില്ലായിരിക്കും ഉണ്ടാവുക. തിക്ക് സ്മിയർ പ്രിപ്പയർ ചെയ്യുമ്പം ആൾക്കാരും പല മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. ബേസിക്കലി നമ്മൾക്കൊരു ഒരു 1 സെന്റിമീറ്റർ സർക്കിൾ വേണമെന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ആളുകളും പല മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കാരണമായിട്ട് ഡയഗ്നോസ്റ്റിക് ആക്യുറസീനെ അഫക്റ്റ് ചെയ്യും. അതായത് എല്ലാവർക്കും ഒരേ റിസൾട്ട് തന്നെ മേ ബി കിട്ടിക്കൊള്ളണമെന്നില്ല. വേരിയേഷൻസ്, ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് വേരിയേഷൻസ് വരാനുള്ള സാധ്യതയും ഈ ഒരു തിക്ക് സ്മിയറിന്റെ കേസിലാണെങ്കിൽ കൂടുതലാണ്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് തിൻ സ്മിയർ. നമുക്ക് തിൻ സ്മിയർ നോക്കാം. തിൻ സ്മിയറിന്റെ തന്നെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ തിക്ക് സ്മിയറിന്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഇവിടെ അഡ്വാൻറ്റേജസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു തിക്ക് സ്മിയറിന് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള മോർഫോളജി നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല തിക്ക് സ്മിയർ ആണെങ്കിൽ എന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ ഒക്കെ വളരെ പോസിബിൾ ആണ്. അതായത് തിൻ സ്മിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ലെയർ ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അതായത് സെൽ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. വളരെ കുറച്ച് സെൽസ് ആ ഒരു സ്മിയറിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പാരസൈറ്റ്സിന്റെ കറക്റ്റ് സ്ട്രക്ചർ, അതേപോലെ തന്നെ ബ്ലഡ് സെൽസ് എല്ലാം നമുക്ക് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ബ്ലഡ് സെൽസിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാം. അതുപോലെ ഈ ഒരു പാരസൈറ്റ്സിനെ ആണെങ്കിലും എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ ക്വിക്കർ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്മിയേഴ്സ് പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കാരണം തിന്നാണല്ലോ, ഒരു ചെറിയ ലെയർ ഓഫ് ബ്ലഡ് മാത്രമാണ് ഇവിടെ ഉള്ളത്. മറ്റേ തിക്ക് സ്മിയറിനകത്ത് തന്നെ കുറച്ച് ഒരു ബ്ലഡിന്റെ കണ്ടന്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ബ്ലഡ് വോളിയം കൂടുതലാണ് തിൻ സ്മിയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വളരെ തിന്നായിട്ടുള്ള ലെയർ, വളരെ കുറച്ച് ബ്ലഡ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഡ്രൈ ആവും. നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാൻ പറ്റും. സ്റ്റെയിനിങ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് നമുക്ക് റിസൾട്ടും പെട്ടെന്ന് കിട്ടും. ഓക്കെ,
പിന്നെ ഇതിന്റെ തന്നെ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് പാരസൈറ്റ്സിന്റെ ഒരു ക്വാണ്ടിറ്റി എത്ര ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു തിക് സ്മിയറിംഗ് ആണെങ്കിൽ എന്താണ് അവിടെ നമുക്ക് പാരസൈറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും എത്രമാത്രം പാരസൈറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. കാരണം ഒരു തിൻ സ്മിയർ ആണല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതായത് ഇത്ര ബ്ലഡിനകത്ത് ഇത്ര പാരസൈറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഏകദേശം ഒരു ആവറേജ് എങ്കിലും നമുക്ക് ഇതിനകത്തുനിന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി പറയാനുള്ളത് തിൻ സ്മിയറിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തിൻ സ്മിയർ വളരെ സെൻസിറ്റിവിറ്റി കുറവാ. തിക് സ്മിയർ ആകുമ്പോൾ എന്താ അതിനകത്ത് ബ്ലഡ് വോളിയം കൂടുതലായതിനെ കൊണ്ട് കുറച്ച് പാരസൈറ്റിമേ അല്ലെങ്കിൽ കുറച്ച് പ്ലാസ്മോഡിയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ തിൻ സ്മിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കണ്ടന്റ് കുറവായതുകൊണ്ട് കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ ഇപ്പം ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പാരസൈറ്റിമേനെ അല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്മോഡിയത്തിന് നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് വേണം തിൻ സ്മിയർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. തിക് സ്മിയർ എന്താണ് ജസ്റ്റ് ഒരു സർക്കിൾ ഫോം ചെയ്യുന്ന ഒരു കേസേ ഉള്ളൂ. പക്ഷേ തിൻ സ്മിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 സ്ലൈഡ്സ് യൂസ് ചെയ്തിട്ട് അതിനകത്തൊരു സ്ലൈഡിന്റെ ഒരു എൻഡിൽ ഒരു ബ്ലഡിന്റെ ഡ്രോപ്പ് നമ്മൾ വീഴ്ത്തണം. അതിന് ശേഷം നമ്മൾ വേറൊരു സ്ലൈഡ് 45 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അതിനെ പെട്ടെന്ന് പുള്ള് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ വേണം നമ്മൾ ഈ ഒരു സ്മിയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ നമ്മളിപ്പം ചെറിയ ക്ലാസ്സിൽ ലാബിൽ നിന്നൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ മേ ബി നമ്മൾ കുറച്ചധികം ടൈം എടുത്തിട്ടായിരിക്കും അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇത് അങ്ങനെയാണ് നമുക്ക് എക്സ്പെർട്ടൈസ് വേണം അല്ലെങ്കിൽ സ്കില്ല് വേണം. അത് കുറച്ച് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. എന്നാലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്മിയർ ഫോം ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയിനിങ് നമ്മൾ തിക് സ്മിയറിന്റെ കേസ് പറഞ്ഞപ്പം കുറച്ച് റിയേജൻസ് മതിയായിരുന്നു. അതായത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു. പക്ഷെ തിൻ സ്മിയറിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. നമുക്ക് ഒരുപാട് എക്സ്ട്രാ ആയിട്ടുള്ള റിയേജൻസും ഒക്കെ യൂസ് ചെയ്യാനുണ്ട്. കാരണം ഇത് വളരെ തിന്നാണല്ലോ. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു പാരസൈറ്റ്സിനെ ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ കുറച്ചധികം റിയേജൻസും സ്റ്റെയിൻസും ഒക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ കോസ്റ്റ് ബേസ്ഡ് നോക്കുമ്പോൾ തിക് സ്മിയറിനാണ് ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. തിൻ സ്മിയറിന് അത് അത്ര കോസ്റ്റ് എഫക്റ്റീവ് അല്ല, കോസ്റ്റ് കൂടാനാണ് സാധ്യതയുള്ളത്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മിയറിനെ പറ്റി പറഞ്ഞത്. എല്ലാം ക്ലിയർ ആയി വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റെയിൻസ് നോക്കാം. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു, ഇപ്പൊ മലേറിയ ഉള്ള അഫക്റ്റഡ് ആയി, മലേറിയ വന്നിട്ട് ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ മലേറിയ അതിന്റെ സ്പോറോസോയിഡ്സ് കൊണ്ടുവന്ന് തന്നു. നമ്മളെ ബോഡിക്കകത്ത് ഇപ്പം ഗമീറ്റോസൈറ്റ്സ് ഉണ്ട്. ഗമീറ്റോസൈറ്റ്സിനെ പിന്നെ വേറൊരു ഹെൽത്തി ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ അത് കൊണ്ടുപോയിട്ട് വേറൊരു ഹെൽത്തി ആയിട്ടുള്ള ആളുടെ ബോഡിയിൽ കൊടുത്തു. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിന്റെ ബ്ലഡ് നമ്മൾ എടുത്തു. ബ്ലഡ് സാമ്പിളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ മലേറിയ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡ്സ് നോക്കി. തിക് സ്മിയറും തിൻ സ്മിയറും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ എന്താന്ന് നോക്കി. ഓക്കെ, ഇനിയിപ്പം സ്മിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സ്മിയർ നമ്മൾ പറഞ്ഞു സ്മിയർ ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്റ്റെയിനിങ് ചെയ്യുന്നു പറഞ്ഞല്ലോ അല്ലെ. അപ്പോൾ സ്റ്റെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മലേറിയക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റെയിൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ആ ഒരു സ്റ്റെയിൻസ് എന്നുള്ളതാണ്. ഒന്നാമത്തതാണ് ഗിയംസ സ്റ്റെയിൻ. ഓക്കെ, ഗിയംസ സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിൻ ആണ്. മലേറിയ ഡയഗ്നോസിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കോൺട്രാസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് ഇപ്പം നമ്മളെ മലേറിയ ഒരു റെഡ് കളറായിട്ട് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ ആണെങ്കിൽ നമുക്ക് എന്താ കോൺട്രാസ്റ്റ് ആണെന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം നല്ല കോൺട്രാസ്റ്റ്. അതായത് ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതായത് നമുക്ക് എത്രമാത്രം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു സാധനം ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. അതാ പറയുന്നത് കോൺട്രാസ്റ്റ്. ഓക്കെ, നല്ല കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇപ്പം ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയില്ലേ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യണം ഡ്രസ് ചെയ്യുമ്പോൾ എന്നാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ. അതേപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് കോൺട്രാസ്റ്റ്. അപ്പം ഈ ഒരു ഗിയസ്മ സ്റ്റെയിൻ ആണെങ്കിൽ നമുക്ക് എന്താണ് നമ്മളെ മൈക്രോസ്കോപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് നല്ലൊരു കോൺട്രാസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതായത് ഇപ്പം RBC ഉണ്ട്, അതുപോലെ വേറെ സെല്ലുലർ കമ്പോണൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ബ്ലഡ് ആണല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഡെഫിനറ്റ്ലി എന്തായാലും RBC ഒക്കെ നമ്മൾ ഈ ഒരു സാമ്പിളിനകത്ത് ഉണ്ടാവും. സോ അത് RBC ഒക്കെ റെഡ് കളർ ആയതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് നമ്മൾക്ക് ഈ ഒരു പ്ലാസ്മോഡിയത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു
കളറേഷൻ ഈ ഒരു പ്ലാസ്മോഡിയത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഗിയംസ സ്റ്റെയിൻ. ഓക്കെ. പിന്നുള്ളതാണ് ലെയ്ഷ്മാൻ സ്റ്റെയിൻ. ലെയ്ഷ്മാൻ സ്റ്റെയിൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ലെയ്ഷ്മാൻ സ്റ്റെയിൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കൈൻഡ് ഓഫ് സ്റ്റെയിൻ ആണ് ലെയ്ഷ്മാൻ സ്റ്റെയിൻ. ഓക്കെ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗിയംസ സ്റ്റെയിനോട് സിമിലർ ആണ്. അത് നമ്മൾ ബ്ലഡ് സ്മിയർ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് റാപ്പിഡ് സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വലിയ സെറ്റപ്പ് ലാബോറട്ടറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫീൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഫീൽഡ് ആൻഡ് ലാബ് ഡിഫറൻസ് അറിയാലോ. ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെവിലി എക്യുപ്ഡ് ആയിരിക്കും. എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറി എല്ലാം ഉണ്ടാവും. ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്ക് പ്ലേസ്, അതിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു കേസിൽ കേട്ടോ. അപ്പം ഈ ഒരു കേസിനകത്ത് നമ്മൾ പറഞ്ഞ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് അധികം ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് സെറ്റപ്പിലാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈമിലൊക്കെയാണ് ലെയ്ഷ്മാൻ സ്റ്റെയിൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ളത്. ഏറ്റവും നല്ലത് ആ ഒരു ടൈമിൽ നമുക്ക് ലെയ്ഷ്മാൻ സ്റ്റെയിൻ യൂസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ വേറൊരു സ്റ്റെയിൻ ആണ് റൈറ്റ് സ്റ്റെയിൻ. ഓക്കെ. റൈറ്റ് സ്റ്റെയിൻ ശരിക്കും ഹെമറ്റോളജിയിൽ യൂസ് ചെയ്യുന്നതാ. എന്താ ഹെമറ്റോളജി? ഹെമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് സെൽസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിനെയാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് സെൽസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ ബ്ലഡ് സെൽസിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അത് പക്ഷേ മലേറിയ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ റൈറ്റ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ മോർഫോളജിനെ കുറിച്ചിട്ട് നല്ലൊരു ഡീറ്റെയിൽ അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് സെൽസിന്റെ ഒരു മോർഫോളജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെയിൻ കൂടിയാണ് ഈ ഒരു റൈറ്റ് സ്റ്റെയിൻ. ഓക്കെ. ആ പാരസൈറ്റിന്റെ സ്റ്റേജ് വരെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞ സ്പോറോസോയിറ്റ് ഉണ്ട്, ഗമൈറ്റോസൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു ഏതൊരു സ്റ്റേജിലാണ് ഈ പാരസൈറ്റ് ഇപ്പം ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏത് സ്റ്റെയിനാണ് യൂസ് ചെയ്യുന്നത്? റൈറ്റ് സ്റ്റെയിൻ. ഓക്കെ. പിന്നുള്ളതാണ് JSB, ജശ്വന്ത് സിംഗ് ഭട്ടാചാർജി സ്റ്റെയിൻ. ഓക്കെ. അത് അത് ഡിസൈൻ ചെയ്തിട്ടുള്ള സയന്റിസ്റ്റിന്റെ നെയിം തന്നെയാണ് ആ സ്റ്റെയിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേറിയ ഡയഗ്നോസിസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്റ്റെയിൻ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റാപ്പിഡ് ആയിട്ടുള്ള സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസ്, അതേപോലെ തന്നെ മലേറിയ പാരസൈറ്റ്സിനെ ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പെട്ടെന്ന് സ്റ്റെയിൻ പിടിക്കും. ഈ JSP സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും സ്റ്റെയിന് പിടിക്കാനും അത് ഡ്രൈ ആവാനും എല്ലാം. പക്ഷെ JSP ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റെയിനിങ് പ്രൊസീജിയേഴ്സ് കഴിയും. കാരണം പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റെയിൻ ആണ് JSP. പിന്നെ അതുപോലെ തന്നെ മലേറിയ പാരസൈറ്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തതാണ് ഫീൽഡ്സ് സ്റ്റെയിൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാപ്പിഡ് സ്റ്റെയിനിങ് മെത്തേഡ് തന്നെയാണ്. പെട്ടെന്ന് സ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ഫീൽഡുകളിലാണ്, നമ്മൾ ഫീൽഡ് കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള, അതായത് അധികം സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസ് അല്ലെങ്കിൽ ടെക്നോളജി ഒന്നും അവൈലബിൾ അല്ലാത്തൊരു കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫീൽഡ് സ്റ്റെയിൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫീൽഡ് സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡൈസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ തിൻ ആൻഡ് തിക്ക് സ്മിയേഴ്സ് 2 സ്മിയേഴ്സിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എന്താ, ഗിയസ്മ സ്റ്റെയിനും അതേപോലെ തന്നെയാണ്. തിക്ക് ആൻഡ് തിൻ ബ്ലഡ് സ്മിയേഴ്സിൽ യൂസ് ചെയ്യും. ഫീൽഡ് സ്റ്റെയിനും തിക്ക് ആൻഡ് തിന്നിൽ യൂസ് ചെയ്യാം. ഫീൽഡ് സ്റ്റെയിനും പിന്നെ അതുപോലെ തന്നെ ലെയ്ഷ്മാൻ സ്റ്റെയിനും എന്തിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം? അതായത് ഫീൽഡ് സെറ്റപ്പ് അധികം സൊഫിസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നും ഇല്ലാത്ത കേസിൽ നമുക്ക് ഈ 2 സ്റ്റെയിൻ യൂസ് ചെയ്യാം. പിന്നെ റൈറ്റ് സ്റ്റെയിൻ എന്തിനു വേണ്ടിയിട്ട്? പാരസൈറ്റ് സ്റ്റേജ് വരെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് റൈറ്റ് സ്റ്റെയിൻ യൂസ് ചെയ്യാം. പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റെയിൻ ഡ്രൈ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് JSB യൂസ് ചെയ്യാം. ഓക്കെ. അങ്ങനെ ഡിഫറെന്റ് സ്റ്റെയിൻ ആണുള്ളത്. അതിനും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്, ഡിഫറെന്റ് പർപ്പസ് ആണുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെയിൻസിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് വേറെയുള്ള മെത്തേഡ്സ്. അപ്പൊ സ്റ്റെയിനിങ്ങും നമ്മൾ സ്റ്റെയിൻ ഫോം ചെയ്തു അല്ലെങ്കിൽ സ്ലൈഡിനകത്ത് ഇപ്പം തിക്ക് സ്മിയർ, തിൻ സ്മിയർ അതെങ്ങനെ സ്റ്റെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊന്നും അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള 2 മെത്തേഡ്സ് ആണുള്ളത് പിന്നെ പറയാനുള്ളത്. ഒന്ന് കാർഡ് മെത്തേഡ് ആണ്, ഒന്ന് QBC മെത്തേഡ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് കാർഡ് മെത്തേഡ് നോക്കാം, അല്ലെങ്കിൽ റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് കൂടി പറയും. ഓക്കെ. കാർഡ് മെത്തേഡിന്റെ വേറെ പേര് തന്നെയാണ് കേട്ടോ ഇത്, റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ RDT എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? കാർഡ് മെത്തേഡിന്റെ തന്നെ വേറൊരു പേരാണ് അത്. ഓക്കെ. പിന്നെ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിനകത്തുള്ള മലേറിയ ആന്റിജൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വാഭാവികം, നമ്മളിപ്പോൾ മലേറിയയെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മലേറിയ ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ RTT യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഡിറ്റക്ട് ചെയ്യാം? ബ്ലഡിനകത്ത് മലേറിയ ആന്റിജൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ടെസ്റ്റിന്റെ കാർട്ട് വേണം, അതേപോലെ അല്ലെങ്കിൽ സ്ട്രിപ്പ് ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ലാൻസെറ്റ് വേണം. ലാൻസെറ്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മളെ ഫിംഗർ പ്രിക്ക് ചെയ്തിട്ട് ബ്ലഡിന്റെ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ?
ലാൻസെറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബഫർ സൊല്യൂഷനും വേണം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മൾ ജസ്റ്റ് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? അതേപോലെ തന്നെ നമ്മള് കൊറോണ ഒക്കെ ഉണ്ടായ ടൈമിൽ കൊറോണ കിറ്റ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലത്തെ അത്രയും സിമ്പിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടെസ്റ്റാണ് RDT എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ഫിംഗർ പ്രിക്ക് ചെയ്തിട്ട് ബ്ലഡ് കളക്ട് ചെയ്യണം. ബ്ലഡ് എന്നിട്ട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിന്റെ കാർഡ് ഉണ്ടാവും. ആ ഒരു കാർഡിന്റെ ഞാൻ കാണിച്ചു തരാണ്. ഇതാണ് ആ ഒരു കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ? നമ്മൾ ശരിക്കും നമ്മളെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു കാർഡിന്റെ പോലെ തന്നെയാണ് ഉള്ളത് അല്ലേ? അപ്പം കണ്ടില്ലേ ഇതിനകത്ത്? പക്ഷെ ഇത് മലേറിയ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ ഒരു ഡിഫറൻസ് കൂടി ഉണ്ട്. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം 2 ലൈൻസേ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്താണ് 3 ലൈൻസ് ഉണ്ട്. ഓക്കെ. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമുക്ക് ആദ്യം പ്രൊസീജിയർ എന്താന്ന് നോക്കാം. അപ്പം ഈ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ബ്ലഡ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ കണ്ടില്ലേ ഇതിനകത്ത് ഒരു കണ്ടില്ലേ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ബ്ലഡ് ആഡ് ചെയ്യണം. ഓക്കെ. അതിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു ലാൻസെറ്റ് വെച്ചിട്ട് പ്രിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ പ്രിക്ക് ചെയ്തിട്ട് ബ്ലഡ് എടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബഫർ സൊല്യൂഷനും കൂടി സെയിം ആ ഒരു ബ്ലഡിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യണം. ബഫർ സൊല്യൂഷൻ നമുക്കറിയാം നമ്മളെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ആണ്. അതായത് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി അസിഡിക് ആണെന്ന് നമുക്കറിയാലോ. ആ ഒരു അസിഡിറ്റിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊരു വേറെ pH ചേഞ്ച് ഒന്നും വരാതെ അതിനങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഫർ ആഡ് ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം നമ്മൾ 15 to 20 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് വായിച്ചു നോക്കാം. റിസൾട്ടിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ റിസൾട്ട് എങ്ങനെ പറയാം? ഇപ്പൊ റിസൾട്ട് വന്നു. ഇപ്പം റിസൾട്ട് വന്നിട്ട് നമ്മൾക്ക് ഇവിടെ കൺട്രോൾ ലൈൻ ഉണ്ടാവും. ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ലൈൻ ആണ്. ഓക്കെ. അത് നമ്മൾ മൈൻഡ് ആക്കണ്ട. കൺട്രോൾ ലൈൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 3 ലൈൻസ് ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള സപ്പോസ് ഇതാണ് കൺട്രോൾ ലൈൻ നിൽക്കുക. ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി 2 ലൈൻസും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം മലേറിയ നെഗറ്റീവ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മലേറിയ നെഗറ്റീവ് ആണ്. ഇനിയോ കൺട്രോൾ ലൈൻ ഉണ്ട്. കൺട്രോൾ ലൈൻ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ വേറൊരു ലൈൻ കൂടി ഉണ്ട്. ഓക്കെ. കൺട്രോൾ ലൈനും പിന്നെ വേറൊരു ലൈനും കൂടി ഉണ്ട്. ഇങ്ങനെ 2 ലൈൻസ് ആയിട്ടാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താ പോസിറ്റീവ് ആണ്. ഓക്കെ. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? കൺട്രോൾ ലൈനും പിന്നെ വേറെ 2 ലൈൻ കൂടി വരാം. ഓക്കെ. എന്താണ്? കൺട്രോൾ ലൈനിന്റെ കൂടെ വേറെ 2 ലൈൻ. അങ്ങനെ മൊത്തം 3 ലൈനായിട്ട് നമുക്ക് കാർഡിനകത്ത് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിലും പോസിറ്റീവ് ആണ്. അതായത് കൺട്രോൾ ലൈൻ മാത്രം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് മലേറിയ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ മലേറിയ അഫക്റ്റഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുക. കൺട്രോൾ ലൈനിന്റെ കൂടെ 1ഓ 2ഓ ലൈനുകൾ ഉണ്ടെങ്കിൽ മലേറിയ പോസിറ്റീവ് ആണ്. ഓക്കെ. ഇനിയിപ്പോ കൺട്രോൾ ലൈനും ഇല്ല, ഒരു ലൈനും വന്നില്ലെങ്കിൽ എന്താ? എന്തെങ്കിലും ഇൻവാലിഡ് ആണ് അല്ലെങ്കിൽ ആ ഒരു കാർഡിന്റെ കംപ്ലൈന്റ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നോക്കിയതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. എനിവേ അത് ഇൻവാലിഡ് ആയിട്ടുള്ള റിസൾട്ട് ആയിട്ടാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? നമുക്ക് എക്സ്പേർട്സിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പെട്ടെന്ന് റിസൾട്ട് നമ്മൾക്ക് തന്നെ വിസിബിൾ ആവും. നമുക്ക് തന്നെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ റിമോട്ട് സെറ്റിംഗ്സ് നമ്മൾക്കിപ്പം ട്രാവൽ ചെയ്യുമ്പോഴോ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പോർട്ടബിൾ ആണ്. വളരെ ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു കാർഡാണല്ലോ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അത് കൊണ്ടുപോകാനും എല്ലാത്തിനും നമുക്ക് പറ്റും. ലിമിറ്റേഷൻസും ഉണ്ട് അതേപോലെ. അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ എന്താണ് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതായത് പാരസൈറ്റ് ഡെൻസിറ്റി കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മേ ബി അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും കാണിക്കുക. പക്ഷെ ആക്ച്വലി ആ ഒരു പേഴ്സൺ അഫക്റ്റഡ് ആയിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്പീഷീസ് ഡിഫറൻഷിയേഷൻ. സ്പീഷീസിനെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ അറിയാനൊന്നും നമുക്ക് പറ്റില്ല ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട്. പിന്നെ അതേപോലെ തന്നെ പ്രോപ്പർ സ്റ്റോറേജ് കണ്ടീഷൻസ് ഇതിന് ആവശ്യമാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിലായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ലൈന് പോലും തെളിയാത്തൊരു അവസ്ഥയിൽ അതായത് ഇൻവാലിഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിട്ടൊക്കെ മാറാനുള്ളൊരു സാധ്യത ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ബഫിക്കോട്ട് QBC എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ആണ്. ഇതും മലേറിയ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഒരുപാട് ലാർജ് നമ്പർ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത സാമ്പിൾ എന്തായിരുന്നു? വളരെ കുറച്ച് ഒരു സാമ്പിൾ ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് നമുക്ക് സ്ക്രീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇത് വളരെ ക്വിക്കാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം സേവ് ചെയ്യും. കാരണം മൾട്ടിപ്പിൾ സാമ്പിൾസ് അറ്റ് എ ടൈം നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് എന്ത് വേണം? സെൻട്രിഫ്യൂജ് വേണം. അതേപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റെയിൻസ് ഒക്കെ വേണം. പിന്നെ മലേറിയ പാരസൈറ്റ് എങ്ങനെയാ നമ്മൾ കാണുന്നത്, എങ്ങനെ ഒബ്സർവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, മലേറിയ പാരസൈറ്റിനെ നമ്മൾക്കൊരു ഗ്രീൻ യെല്ലോ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട്. പാരസൈറ്റ്സ് ആണെങ്കിൽ ഒരു ഗ്രീൻ യെല്ലോ കളർ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീഷീസ് ഐഡന്റിഫിക്കേഷനും ക്വാണ്ടിഫിക്കേഷനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതായത് ഏതൊക്കെ സ്പീഷീസ് ആണുള്ളത്, അല്ലെങ്കിൽ എത്രമാത്രം എമൗണ്ടിലാണ് അവരുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ നമുക്ക് ഇത് കുറച്ചധികം എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. ക്യാപ്പിലറീസ് ഒക്കെ നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പൊ അത് വളരെ കോസ്റ്റ്ലി ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ക്യാപ്പിലറീസ് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, പിന്നീട് റെഫർ ചെയ്യാനൊന്നും പറ്റില്ല. അത് അപ്പോൾ ആ ഒരു റിസൾട്ട് ഡയഗ്നോസ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പോൾ അനലൈസ് ചെയ്യാന്നേ ഉള്ളൂ. അല്ലാതെ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, ഇതാണ് ജസ്റ്റ് അതിന്റെ ഒരു ഡയഗ്രാം പോലെയാണ്. ജസ്റ്റ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. എനിവേ, മൾട്ടിപ്പിൾ സാമ്പിൾസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് QBC എന്ന് പറഞ്ഞിട്ട്. അതെ, അപ്പം അതിന്റെ ഒരു ഏകദേശം ഒരു ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു ഡിസീസ് കൂടി ഉണ്ട്, ഫിലാരിയാസിസ്. ഓക്കെ, മലേറിയ പോലെയൊക്കെ തന്നെയാണ് ഇത്. മീൻസ് അതായത് നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ മലേറിയ പോലെ തന്നെയാണ്. ഇതേപോലെ ഒരു എൻഡോപാരസൈറ്റ് തന്നെയാണ് ഇത് കോസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്പ്രെഡും കാര്യങ്ങളും ട്രാൻസ്മിഷനും ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്ക് ടെസ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ലബോറട്ടറി ഡയഗ്നോസിസ് അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ലബോറട്ടറി ഡയഗ്നോസിസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പം അതൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പൊ നമുക്ക് അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ടോപ്പിക് കൂടി മാത്രമാണ് ഈ ഒരു സെഷനിൽ ഇനിയിപ്പം ഉള്ളത്. സോ നമുക്ക് ഇതോടെ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാം. ഫിലാരിയസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരസൈറ്റിക് ഡിസീസ് ആണ് അല്ലെ. അപ്പൊ അതൊരു ഫിലാരിയൽ വേംസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. വളരെ ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള വേംസ് ആണ് ഇവര്. അപ്പം ഇവര് എങ്ങനെയാ ട്രാൻസ്മിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മലേറിയന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോ ബൈറ്റിലൂടെയാണ് ഫിലാരിയാസിസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഇൻഫെക്ഷൻ കാരണമായിട്ട് ഭയങ്കര സ്വെല്ലിങ് വരാം. ഇപ്പൊ നമുക്ക് ഈ ഒരു ഇമേജിൽ കാണാം അല്ലെ, ലിംസിനകത്ത് അല്ലെങ്കിൽ ജെനറ്റൽ ഏരിയക്കകത്തൊക്കെയാണ് സ്വെല്ലിങ് വരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വേംസ് അഫക്ട് ചെയ്യുന്നത് നമ്മളെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെയാണ്. ലിംഫാറ്റിക് സിസ്റ്റം നമുക്ക് അറിയുണ്ടാവും അല്ലെ, നമ്മളെ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടല്ലോ, സർക്കുലേറ്ററി സിസ്റ്റത്തിന് പാരലൽ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ലിംഫാറ്റിക് സിസ്റ്റം. ബേസിക്കലി നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് നിന്ന് കുറച്ച് ഫ്ലൂയിഡ്, അതായത് ബ്ലഡ് സെൽസ് ഒന്നും ഇല്ലാണ്ട് കുറച്ച് പ്ലാസ്മ, ഒരു സീറം പോലെ അങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യും. ഈ ഊസ് ഔട്ട് ചെയ്യുന്ന ഫ്ലൂയിഡിനൊക്കെ സർക്കുലേറ്റ് നമ്മളെ ബോഡിക്കകത്ത് തന്നെ സർക്കുലേറ്റ് ചെയ്തിട്ട് തിരിച്ച് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. അത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന് പാരലൽ ആയിട്ട് റൺ ചെയ്തിട്ട് സർക്കുലേറ്ററി സിസ്റ്റത്തിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ലിംഫാറ്റിക് സിസ്റ്റം. അതേപോലെ തന്നെ ലിംഫ് നോഡ്സ് ഒക്കെ പ്രസന്റ് ആണ് നമ്മളെ ബോഡിക്കകത്ത്. നമ്മളെ ആംപിറ്റ്സിൽ, അതേപോലെ ജെനൈറ്റേലിയ, അതേപോലെ തന്നെ നമ്മളെ ലിംസിനകത്തിന്റെ ഏരിയയിൽ, ആ ഒരു ജോയിന്റ് പോലുള്ള പ്ലേസസിലൊക്കെ ഈ ഒരു ലിംഫ് നോഡ്സ് ഒക്കെ പ്രസന്റ് ആണ്. ഈ ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ് കൂടിയാണ്. അതായത് നമ്മളെ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫോറിൻ ആന്റിജൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്തിട്ട് അവരെ പ്രതിരോധിക്കുന്ന ഒരു സൈറ്റ്, അല്ലെങ്കിൽ ആന്റിബോഡിയും ആന്റിജനും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സൈറ്റ് കൂടിയാണ് ഈ ഒരു ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവര് പ്രസന്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ലിംബിലും, അതേപോലെ നമ്മളെ ജെനൈറ്റൽ ഏരിയന്റെ അവിടെ ഒരു ഹിപ്പ് റീജിയൺ അവിടെയൊക്കെ ആയിട്ടാണ് ഇവരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ലിംഫ് നോഡ്സിനെയാണ് നമ്മളെ ഫിലാരിയാസിസ് അല്ലെങ്കിൽ ഫിലാരിയൽ വേംസ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ സ്വെല്ലിംഗ് ഒക്കെ വരാൻ കാരണം. അതുകൊണ്ട് കൂടിയാണ് നമ്മള് ലിംഫെഡിമ എന്ന് കൂടി ഇതിനെ വിളിക്കുന്നത്. ലിംഫെഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞു അല്ലേ, ലിംഫാറ്റിക് സിസ്റ്റം. എഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വെല്ലിംഗ് ആണല്ലോ അല്ലെ. അപ്പം ലിംഫിനകത്ത് വരുന്ന സ്വെല്ലിംഗ് ലിംഫെഡിമ എന്ന് പറയും, അല്ലെങ്കിൽ എലിഫന്റിയാസിസ് എന്ന് പറയും. എലിഫന്റിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഫൂട്ടൊക്കെ വളരെ വളരെ സ്വെല്ല് ചെയ്തിട്ട് ഇങ്ങനെ വളരെ ഒരു പെർട്ടിക്കുലർ ഭയങ്കര കണ്ടീഷനിലാണ് ഉള്ളത്. ലൈക്ക് തടിച്ച് നമ്മളെ എലിഫന്റിന്റെ ഫൂട്ടിനെ റിസംബിൾ ചെയ്യുന്നുണ്ട് അല്ലെ. എലിഫന്റിന്റെ ഫൂട്ടിനെ റിസംബിൾ ചെയ്യുന്ന പോലെ ആയിട്ടുണ്ട് ഫുഡിന്റെ കണ്ടീഷൻ. സ്വെല്ലിങ് വളരെ അധികം കൂടിയിട്ട്. സോ അതുകൊണ്ടാണ് എലിഫന്റിയാസിസ് എന്ന് പറയാൻ കാരണം. എലിഫന്റിന്റെ ഫുഡിനെ റിസംബിൾ ചെയ്യുന്നതുകൊണ്ട് എലിഫന്റിയാസിസ് എന്ന് പറയും. ലിംഫ് ഏരിയനെ സ്വെല്ലിംഗ് ഉണ്ടാക്കുന്നതുകൊണ്ട് ലിംഫെഡിമ എന്ന് പറയും. അതാണ് ഫിലാരിയാസിസിനെ പറ്റിയിട്ടുള്ള ബേസിക് ഐഡിയ. ഇനി ഫിലാരിയാസിസ് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞ മലേറിയന്റെ പോലെ തന്നെ മോസ്കിറ്റോസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? ക്യൂലെക്സ് ഉണ്ട്, അനോഫിലിസ് ഉണ്ട്, ഈഡിസ് ഉണ്ട്. ഇത്രയും ആളുകൾ, 3 സ്പീഷീസ് ഉണ്ട്. മലേറിയക്ക് ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? മലേറിയക്ക്
അഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഫിലാരിയാസിസ് ആകുമ്പം എല്ലാവരും 3 സ്പീഷീസ് ഉണ്ട്. ക്യൂലെക്സും അനോഫിലിസും ഏഡിസും ഉണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ ഫ്ലൈസ് ഉണ്ട്. ഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലി പറയുകയാണെങ്കിൽ ലോവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഫിലാരിയൽ വേംസ് ആണ്. അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ക്രൈസോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അതായത് ഫ്ലൈസ്. ക്രൈസോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഫ്ലൈ സ്പീഷീസിന്റെ പേരാണ് ക്രൈസോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫിലാരിയൽ വേംസിന്റെ പേരാണ് ലോവ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ ഓങ്കോസീറ വോൾവുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലാരിയൽ വേം ഉണ്ട്. ഒക്കെ നമ്മളിപ്പോ നേരത്തെ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം വിവാക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഡിഫറെന്റ് സ്പീഷീസ്. അതേപോലെ ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ടുള്ള ഫിലാരിയൽ വേംസ് ആണിത്. അപ്പോൾ ഓങ്കോസെർക്ക വോൾവുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലാരിയൽ വേംസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളുകളാണ് ബ്ലാക്ക് ഫ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ലോവനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ക്രൈസോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈസ് ആണ്. പിന്നെ അവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേംസ് മോസ്കിറ്റോ അല്ലെങ്കിൽ ഫ്ലൈക്കകത്താണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട്. ഇതും നേരത്തെ പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് കേസാണ്. നേരത്തെ മോസ്കിറ്റോ എന്തായിരുന്നു, ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിരുന്നു അല്ലെ. ഇവിടെ ആരാണ് മോസ്കിറ്റോ അല്ലെങ്കിൽ ഫ്ലൈ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. ഹ്യൂമൺ ആണ് ഇവിടുത്തെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. ഓക്കെ. അതായത് മോസ്കിറ്റോക്കകത്ത് അല്ലെങ്കിൽ ഫ്ലൈന്റെ അകത്തോ ഇവരെ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കില്ല. ജസ്റ്റ് സെക്ഷൽ റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നുള്ളൂ. സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഇവർക്ക് എന്ത് വേണം, ഹ്യൂമൻ ഹോസ്റ്റ് വേണം. ഓക്കെ. അപ്പൊ അതാണ് ഇവരെ പറ്റി പറയാനുള്ളത്. അത് മാറിപ്പോവരുതേ. മലേറിയ ആണെങ്കിൽ മോസ്കിറ്റോ ആണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. മലേറിയ, മോസ്കിറ്റോ, ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. രണ്ടിലും എം ഉണ്ട്, അങ്ങനെ ഓർത്താൽ മതി. പിന്നെ മറ്റേത് അറിയാലോ, മറ്റേത് ഓപ്പോസിറ്റ് കണ്ടീഷൻ. അതായത് ഫിലാരിയാസിസ് ആവുമ്പം മോസ്കിറ്റോ എന്താണ്, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഓർക്കുക, അത് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ ഹോസ്റ്റും അതുപോലെ ഈ ഒരു പാരസൈറ്റിന്റെ നൊക്ടേണൽ ഹാബിറ്റും തമ്മിലുള്ള കണക്ഷനും ഒക്കെയാണ് പറയാനുള്ളത്. ഡെഫിനിറ്റീവ് ഹോസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ അല്ലെ. ഹ്യൂമൻസ് ആണ് വരെ പ്രൈമറി ഹോസ്റ്റ്. ഡെഫിനിറ്റീവ് ഹോസ്റ്റിന് നമ്മൾ വേറൊരു ടൈം പറയുന്നതാണ് പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പ്രൈമറി ഹോസ്റ്റ് എന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. ഹ്യൂമൻസ് ആണ് പ്രൈമറി ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അഡൾട്ട് വേംസ് ലീവ് മെയ്റ്റ് ആൻഡ് പ്രൊഡ്യൂസ് മൈക്രോഫിലേറിയ. ഇവിടെ വെച്ചിട്ടാണ് അഡൾട്ട് വേംസ് എന്ത് ചെയ്യും, മെയ്റ്റ് ചെയ്യും, അവിടെ താമസിക്കും, പുതിയതായിട്ടുള്ള മൈക്രോഫിലേറിയനെ പ്രൊഡ്യൂസ് ചെയ്യും. മൈക്രോഫിലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു അഡൾട്ട് വേംസ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈഗോട്സ് അല്ലെങ്കിൽ ഇവരെ ബേബീസിനെയാണ് മൈക്രോഫിലേറിയ എന്ന് പറയുന്നത്. അപ്പം എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള അഡൾട്ട് വേംസ് താമസിക്കുന്നതും പിന്നെ അതേപോലെ തന്നെ അവളുടെ അഡൾട്ട് വേംസ് താമസിക്കുന്നത്, മെയ്റ്റ് ചെയ്യുന്നത്, അതായത് സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തുന്നത്, മൈക്രോഫിലേറിയ ഫോം ചെയ്യുന്നത്, മൈക്രോഫിലേറിയ ഡെവലപ്പ് ചെയ്യുന്നത് ഒക്കെ എവിടെയാണ്, ഈ ഒരു പ്രൈമറി ഹോസ്റ്റ് അല്ലെങ്കിൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമണിനകത്താണ്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഒരു കേസ് എവിടെയായിരുന്നു, മോസ്കിറ്റോ കത്തിരുന്നു. മലേറിയന്റെ കേസിൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് മോസ്കിറ്റോ ആയിരുന്നു. അപ്പം ഈ അഡൾട്ട് താമസിക്കുന്നതും സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തുന്നതും സൈഗോട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ എവിടെ വെച്ചിട്ടായിരുന്നു, മോസ്കിറ്റോന്റെ ഗട്ടിനകത്ത് വെച്ചിട്ടായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്, ഹ്യൂമണിന്റെ അകത്ത് വെച്ചിട്ടാണ്. ഓക്കെ. പിന്നെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത് മോസ്കിറ്റോ അല്ലെങ്കിൽ ഫ്ലൈസ് ആണ്. അപ്പം ഇവിടെയാണ് ലാർവൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതായത് ഹ്യൂമണിലേക്കുള്ള ട്രാൻസ്മിഷൻ നടക്കുന്നതിന് മുന്നുള്ള, അതായത് അഡൾട്ട് ആവുന്നതിന് മുമ്പ്, അഡൾട്ട് ആവുന്നത് എവിടെ വെച്ചിട്ടാണ്, ഈ ഒരു മോസ്കിറ്റോന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഫ്ലൈന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്തായിട്ട് മാറുന്നത്, ഇവര് അഡൾട്ട് ആയിട്ട് മാറുന്നത്. എന്നിട്ട് അഡൾട്ട് ആയിട്ട് മാറിയതിന് ശേഷമാണ് ഇവരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഹ്യൂമണിലേക്ക് മോസ്കിറ്റോ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അഡൾട്ട് ആയിട്ട് മാറിയിട്ടാണ്. പിന്നെ ഹ്യൂമണിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ അഡൾട്ട്സ് സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തും. പിന്നെ അതേപോലെ തന്നെ ബേബീസ് ഉണ്ടാവും. ബേബീസിനെ മോസ്കിറ്റോന്റെ അല്ലെങ്കിൽ ഫ്ലൈന്റെ അകത്ത് വരും. അതങ്ങനെ ഈ ഒരു സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. നേരെ തിരിച്ചേന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. മലേറിയന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. അപ്പൊ മലേറിയ ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചുള്ള പറയാനുള്ള ഒരു കാര്യമാണ് നൊക്ടേണൽ പീരിയോഡിസിറ്റി. അത് നമുക്ക് മലേറിയന്റെ കേസിലില്ല. അത് നമുക്ക് ഈ ഒരു എവിടെയാണുള്ളത്, ഫിലാരിയാസിന്റെ കേസിൽ മാത്രം പറയാനുള്ള കാര്യമാണ് നൊക്ടേണൽ പീരിയോഡിസിറ്റി. അതായത് ഒരു കൈൻഡ് ഓഫ് ഫിലാരിയാസിസ് അല്ലെങ്കിൽ ഫിലാരിയൽ വേമാണ് ബുക്കറേറിയ ബാൻക്രോഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതേപോലെ വേറെ ഒന്നാണ് ബ്രൂഗിയ മലായി. ഇതൊക്കെ ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ സ്പീഷീസ് ഓഫ് എന്താണ് സ്പീഷീസ് ഓഫ് ഫിലാരിയൽ വേംസ് ആണ് അല്ലെ. അപ്പൊ ഇവര് നൊക്ടേണൽ പീരിയോഡിസിറ്റി കാണിക്കുന്നുണ്ട്. അതായത് മൈക്രോഫിലേറിയ എന്ത് ചെയ്യും, നൈറ്റ്
നൈറ്റ് ടൈമിൽ രാത്രി സമയത്ത് മൈക്രോഫിലേറിയ ബ്ലഡിൽ വല്ലാണ്ട് സർക്കുലേറ്റ് ചെയ്യും. അതായത് പകൽ സമയത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രാത്രി ഇവര് ബ്ലഡിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് രാത്രി അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മോസ്കിറ്റോ ഉണ്ടല്ലോ, മോസ്കിറ്റോ എപ്പോഴാ കണ്ടുവരുന്നത് കൂടുതലായിട്ട്? ഈവനിങ് ടൈം അല്ലെങ്കിൽ ഒരു രാത്രി ആവുമ്പോ അല്ലെ, ആ ഒരു രാത്രി ആവുന്ന ഒരു ടൈം അല്ലെങ്കിൽ രാത്രിയിലൊക്കെ മോസ്കിറ്റോന്റെ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് കുറച്ച് കൂടുതലാണ് അല്ലേ? ഓക്കെ. അപ്പൊ അത് കാരണായിട്ട് ഇപ്പൊ ഒരു മോസ്കിറ്റോനെ ഇവർക്കറിയാം. അതായത് ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ മൈക്രോഫിലേറിയ, അതായത് ഫിലേറിയൽ വേംസിന്റെ ബേബീസ്, അവർക്കറിയാൻ പറ്റും നൈറ്റ് ആയി കഴിഞ്ഞാൽ മോസ്കിറ്റോസ് വരും. മോസ്കിറ്റോസ് വരുമ്പോൾ ഇവര് നല്ല രീതിയിൽ ബ്ലഡിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് ഇവർക്ക് മോസ്കിറ്റോന്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റും അല്ലെ. ഇപ്പം മോസ്കിറ്റോ എവിടെ ബൈറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. സോ ഇവരെന്താണ് ബ്ലഡിൽ എല്ലാ റീജിയണിലും ഇവര് നല്ല സ്പ്രെഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. നല്ല സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവര് നല്ല രീതിയിൽ സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവര് ബോഡിന്റെ എല്ലാ പാർട്സിലും എത്തും. അതോടുകൂടി എന്തായാലും ഇവര് മോസ്കിറ്റോന്റെ അകത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ചാൻസ് കൂടുതലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് റിലേഷൻ പോലെയാണ്. അതായത് മോസ്കിറ്റോ കൂടുതൽ വരുന്ന ടൈം നൈറ്റ് ആണ്. ആ നൈറ്റ് ടൈം ആകുമ്പോഴാണ് മൈക്രോഫിലേറിയന്റെ സർക്കുലേഷൻ, ബ്ലഡിനകത്തുള്ള സർക്കുലേഷൻ കൂടുന്നത്. ഓക്കെ. അപ്പൊ അത് ഒരു കൈൻഡ് ഓഫ് റിലേഷൻ ആണ്. അതിനെയാണ് നൊക്ടേണൽ ഹാബിറ്റ്, അല്ലെങ്കിൽ ഇവരൊരു പെർട്ടിക്കുലർ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ അതാണ് ഈ ഒരു നൊക്ടേണൽ ഹാബിറ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നൊക്ടേണൽ ഹാബിറ്റ് മനസ്സിലായല്ലോ. ജസ്റ്റ് ഒന്നുമില്ല, നൈറ്റ് ടൈം ആകുമ്പോൾ മൈക്രോഫിലേറിയന്റെ സർക്കുലേഷൻ കൂടും ബ്ലഡിനകത്ത്. കാരണം എന്താ, മോസ്കിറ്റോസ് കൂടുതലായിട്ട് വരുന്നത് നൈറ്റ് ടൈമിലാണ്. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിന്റെ ലാബോറട്ടറി ഡയഗ്നോസിസ് കൂടെ ഒന്ന് നോക്കാം. അതായത് നമ്മൾ ആദ്യം വെറ്റ് സ്മിയർ എക്സാമിനേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ. വെറ്റ് സ്മിയർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലഡിന്റെ ഡ്രോപ്പ് ഒരു ഗ്ലാസിന്റെ സ്ലൈഡിൽ പ്ലേസ് ചെയ്യും. സാധാ പോലെ ഒരു സ്ലൈഡ് എടുക്കുന്നു, ബ്ലഡിന്റെ ഡ്രോപ്പ് പ്ലേസ് ചെയ്യുന്നു, കവർ സ്ലിപ്പ് വെച്ചിട്ട് കവർ ചെയ്യുന്നു, മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോഫിലേറിയ, അതായത് ഫ്രഷ് ബ്ലഡിനകത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൈക്രോഫിലേറിയ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള മെത്തേഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ സെൻസിറ്റിവിറ്റി കുറവാണ്. അതായത് ഇപ്പൊ മൈക്രോഫിലേറിയന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ നമുക്ക് ഈ വെറ്റ് സ്മിയർ എക്സാമിനേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മൈക്രോഫിലേറിയനെ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചോളണം എന്നില്ല. കാരണം സെൻസിറ്റിവിറ്റി കുറവാണെന്ന് പറഞ്ഞല്ലോ. അതാണ്, അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു വെറ്റ് സ്മിയറിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും കാണുക. ഓക്കെ. ഇങ്ങനെയാണ് നമ്മളൊരു വെറ്റ് സ്മിയറിനകത്ത് മൈക്രോഫിലേറിയനെ മാർക്ക് ചെയ്യുക. ക്ലിയർ ആയിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട് അല്ലേ? പക്ഷെ ഇതിന്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ അതാണ്. പിന്നെ ഉള്ളതാണ് തിക് സ്മിയർ എക്സാമിനേഷൻ. അതായത് ഇതിനകത്ത് കുറച്ചുകൂടി ഒരു വലിയ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ആണ് യൂസ് ചെയ്യുന്നത്. വെറ്റ് സ്മിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ലാർജ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റത് ആ ഡ്രോപ്പ് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കവർ സ്ലിപ്പ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യണം. ഇത് നമ്മൾ കുറച്ചുകൂടി ലാർജർ ആയിട്ടൊരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു വൈഡർ ഏരിയ, സ്ലൈഡിനകത്ത് വൈഡർ ഏരിയയിൽ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അത് ഡ്രൈ ചെയ്യും. എന്നിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യും. മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മലേറിയ സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയംസ സ്റ്റെയിൻ ഉണ്ടായിരുന്നു അല്ലേ? ആ ഗിയംസ സ്റ്റെയിനിനെ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ സ്റ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും, മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യും. ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൈക്ലിഹുഡ് കൂടുതലാണ് ഇതിന് മൈക്രോഫിലേറിയ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ കാരണം കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ബ്ലഡ് വോളിയം, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബ്ലഡ് വോളിയം കുറച്ച് അധികമാണ്. അതായത് വെറ്റ് സ്മിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബ്ലഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ മൈക്രോഫിലേറിയനെ ഒബ്സർവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെറ്റ് സ്മിയറിനെക്കാളും സെൻസിറ്റീവ് ആണ്. ഇങ്ങനെ എത്ര ക്ലിയർ ആയിട്ടായിരിക്കും നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യുക. മൈക്രോഫിലേറിയനെ നമുക്ക് ഒരു ഗിയസ്മ സ്റ്റെയിൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ആ ഒരു മൈക്രോഫിലേറിയനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. നല്ല കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് കോൺസെൻട്രേഷൻ ടെക്നിക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ എന്താണ് സ്ലൈഡിനകത്ത് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സ്ലൈഡിനകത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഇനി നമ്മൾ പറയുന്നത് വേറൊരു കൈൻഡ് ഓഫ് ടെക്നിക്കാണ്. ഓക്കെ. അത് കോൺസെൻട്രേഷൻ ടെക്നിക്സ് ആണ് വരുന്നത്. അപ്പം ഒന്നാമത്തേതാണ് നോട്ട്സ് കോൺസെൻട്രേഷൻ ടെക്നിക്. അതായത് ഇതിന്റെ പ്രൊസീജിയർ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. നെയിം ഒക്കെ മേ ബി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഓർത്തിരിക്കണം കോൺസെൻട്രേഷൻ ടെക്നിക്സ് എന്താണ്. കോൺസെൻട്രേഷൻ ടെക്നിക്സിന്റെ നെയിം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണം. ഒന്നാമത്തത് നോട്ട്സ് കോൺസെൻട്രേഷൻ ടെക്നിക് ആണ്.
അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് 2% ഫോർമാലിൻ വെച്ചിട്ട് മിക്സ് ചെയ്യും. പിന്നെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിനകത്തുള്ള സെഡിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് സെഡിമെന്റും സൂപ്പർനാറ്റന്റും ഉണ്ടാവും. നമ്മളിപ്പം സെൻട്രിഫ്യൂജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ സെൻട്രിഫ്യൂജിങ് മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തൊരു സർക്കുലർ ഇതിനകത്ത്, അതായത് നമുക്ക് ടെസ്റ്റ് ട്യൂബ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സർക്കുലർ ഞാൻ പറഞ്ഞുതരാം, ഒരു സ്ഫിയറിന്റെ ഹാഫ് കട്ട് ചെയ്തിട്ട് അതിന് ഹോളോ ആണ് വിചാരിക്കുക. ഹോളോ ആയിട്ടുള്ള സ്ഫിയർ ആയിരിക്കും ഉണ്ടാവുക. അതായത് ലൈക്ക് നമ്മളിപ്പം ഒരു സ്ഫിയർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഹോളോ ആയിട്ട് ഇതിന്റെ ഇവിടെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ട്യൂബ്സ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ 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 ടെസ്റ്റ് ട്യൂബ്സ് പ്ലേസ് ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് അത് പിന്നെ ഹൈ സ്പീഡിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഭയങ്കര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ടെസ്റ്റ് ട്യൂബിനകത്തുള്ള കമ്പോണന്റ് എന്തായാലും അതിനകത്തൊരു എന്ത് ഫോം ചെയ്യുന്നറിയോ, ഇവിടെ താഴെ ഭാഗത്ത് ഒരു സെഡിമെന്റ് ഫോം ചെയ്യും. അതേപോലെ തന്നെ അതിന്റെ മുകൾ ഭാഗത്ത് ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക എന്നറിയോ, ഇതാണ് സൂപ്പർനാറ്റന്റ്. അപ്പോൾ ഒരു സെഡിമെന്റും സൂപ്പർനാറ്റന്റും ഫോം ചെയ്യും. അതിനകത്ത് സൂപ്പർനാറ്റന്റിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് സെഡിമെന്റിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു അനലൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ട്യൂബ്സ് വേണം. ടെസ്റ്റ് ട്യൂബ്സ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഈവൻ നമ്പർ ഓഫ് ടെസ്റ്റ് ട്യൂബ്സ് വേണം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഫേസ് ടു ഫേസ് ആയിട്ട് വേണം പ്ലേസ് ചെയ്യാൻ. സോ ഫേസ് ടു ഫേസ് ആയിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈവൻ നമ്പർ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ നമ്മളിപ്പം ടെസ്റ്റ് ട്യൂബിലുള്ള സാമ്പിളിന്റെ ഒരു ലെവൽ ഉണ്ടല്ലോ, ആ ലെവല് എല്ലാ ടെസ്റ്റ് ട്യൂബിലും സെയിം ആയിരിക്കണം. ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ സാമ്പിൾസിന്റെ ടെസ്റ്റ് ട്യൂബ്സ് ഉള്ളത് ഓഡ് നമ്പർ ആണെങ്കിൽ, അതായത് ഇപ്പം 3, 5, 7 അങ്ങനെ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെസ്റ്റ് ട്യൂബിൽ ജസ്റ്റ് സാമ്പിളിന്റെ അതേ ലെവലിൽ വാട്ടർ എടുത്തിട്ട് അതുകൂടി ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക. കാരണം സെൻട്രിഫ്യൂജ് മെഷീൻസ് വർക്ക് ചെയ്യുന്നത് എന്താണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ടാണ്. അപ്പൊ ഇവർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് വേണം ഫോഴ്സ് എല്ലാ ഭാഗത്തേക്കും പോകാൻ, എന്നാലേ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് പ്രോപ്പർ ഒരു റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. സോ അങ്ങനെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സെൻട്രിഫ്യൂഗേഷൻ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെയൊക്കെ ചെയ്യണം. ഈവൻ നമ്പർ ഓഫ് ടെസ്റ്റ് ട്യൂബ്സ് യൂസ് ചെയ്യണം. സാമ്പിളിന്റെ ലെവൽ എല്ലാ ടെസ്റ്റ് ട്യൂബിലും സെയിം ആണെന്ന് എൻഷുർ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യാം. സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു സെഡിമെന്റും ഒരു സൂപ്പർനാറ്റന്റും കിട്ടും. സൂപ്പർനാറ്റന്റിനെ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ നമ്മൾ റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെഡിമെന്റ് യൂസ് ചെയ്യാം. മൈക്രോഫിലേറിയനെ എന്നിട്ട് ആ സെഡിമെന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ചിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോഫിലേറിയ ഉണ്ടെങ്കിൽ ആ സെഡിമെന്റിനകത്തായിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് അതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോഫിലേറിയ മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് മൈക്രോഫിലേറിയ ആ ഒരു സെഡിമെന്റിനകത്താണല്ലോ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വേറൊരു കോൺസെൻട്രേഷൻ ടെക്നിക്കാണ് മെംബ്രെയിൻ ഫിൽട്രേഷൻ ടെക്നിക്. അതായത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബ്ലഡിന്റെ ഒരു ലാർജർ വോളിയം എന്ത് ചെയ്യും, ഒരു ഫിൽറ്ററിലൂടെ പാസ് ചെയ്യും. ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് അതാണ് ഈ ഇമേജിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഐ തിങ്ക് യു ക്യാൻ സീ ദിസ്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ഫിൽറ്ററിലൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ പാരസൈറ്റ്സ് കണ്ടോ, ഒരു ബ്ലൂ കളറിനകത്ത് അല്ലെങ്കിൽ ആ റെഡ് കളറിനകത്ത് കണ്ടില്ലേ, ആ റെഡ് കളർ പാരസൈറ്റ്സ് ആണ്. ബാക്കി ബ്ലൂ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആണ്. വാട്ടർ ഫിൽറ്ററിലൂടെ ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകും. പക്ഷെ പാരസൈറ്റ്സ് ഫിൽറ്ററിനകത്ത് ട്രാപ്ഡ് ആയി പോകും. അപ്പൊ നമുക്ക് ഈ ഫിൽറ്ററിനകത്ത് സ്റ്റെയിൻ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് മൈക്രോസ്കോപ്പിൽ ഫിൽറ്റർ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരസൈറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ലോ ഡെൻസിറ്റി ആയിട്ട്, അതായത് വളരെ കുറച്ച് എമൗണ്ട് ഓഫ് മൈക്രോഫിലിയർ ആണ് ഉള്ളത് നമ്മുടെ ബോഡിക്കകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ എന്താണ് ടെക്നിക്ക്, അതായത് മെംബ്രെയിൻ ഫിൽട്രേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളതാണ് ബഫി കോട്ട് എക്സാമിനേഷൻ. അതായത് ഇത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്തിട്ട് ബ്ലഡിനകത്ത് നിന്ന് ഒരു ബഫി കോട്ട് ലെയർ പോലെ ഒബ്സർവ് ചെയ്യും. അതിന് ജസ്റ്റ് മൈക്രോഫിലിയർ ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാന്നുള്ളതാണ്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഡയഗ്രാണ്. ഓക്കെ, ഇതിനകത്തും യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇതേപോലെ സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഇതിനകത്ത് താഴെ ഇരിക്കും, ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് ആ ഒരു റെഡ് കളർ പോർഷനകത്തായിരിക്കും നമ്മളെ മൈക്രോഫിലേറിയ വന്നിട്ടുണ്ടാവുക. അപ്പൊ അത് നമുക്ക് കോൺസെൻട്രേറ്റഡ് ഫോമിലായിരിക്കും കിട്ടുക. അതായത് ഒരുപാട് ഡെൻസ് ആയിട്ടുള്ള മൈക്രോഫിലേറിയന്റെ ഒരു ലെയർ നമുക്ക് കിട്ടും. അത് നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനും എക്സാമിൻ ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ആദ്യം മലേറിയ പറഞ്ഞു, പിന്നെ ഫിലേറിയാസിസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം എല്ലാം സെയിം ആണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലേറിയന്റെ ഡെഫിനറ്റീവ് ഹോസ്റ്റ് മോസ്കിറ്റോയും ഫിലാരിയാസിന്റെ ഡെഫിനറ്റീവ് ഹോസ്റ്റ് ഹ്യൂമണും ആണ്. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് നേരെ തിരിച്ച്. ഓക്കെ, പിന്നെ ഹോസ്റ്റിന്റെ ഒരു നൊക്ടേണൽ ഹാബിറ്റ്, നൊക്ടേണൽ ടൈം ആയി കഴിഞ്ഞാൽ മൈക്രോഫിലേറിയ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും, കൂടുതലായിട്ട് സർക്കുലേറ്റ് ചെയ്യും. കാരണം നൈറ്റ് ടൈമിലാണ് മോസ്കിറ്റോസ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ വെറ്റ് സ്മിയർ എക്സാമിനേഷനെ കുറിച്ചിട്ട് പറഞ്ഞു, അതേപോലെ തിക് സ്മിയർ പറഞ്ഞു, കോൺസെൻട്രേഷൻ ടെക്നിക്സ് പറഞ്ഞു.
പിന്നെ ബഫി കോട്ടും പറഞ്ഞു. സോ ഇനി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെഷൻ. താങ്ക് യു.